പ്രിയപ്പെട്ടവരെ, ബ്രെയിൻ റോട്ട് ഉള്ളടക്കത്തിൻ്റെ സാമൂഹിക ഉത്തരവാദിത്തം എന്നതാണ് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ബ്രെയിൻ റോട്ട് താരതമ്യേന ഒരു പുതിയ പ്രയോഗമാണ്, അല്ലെങ്കിൽ പുതിയൊരു പദമാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഈ വർഷത്തെ വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് കണ്ടെത്തിയൊരു പദമാണ്. പക്ഷേ ഒരു 20 വർഷം മുമ്പ് തന്നെ ബ്രെയിൻ റോട്ട് എന്ന പ്രവണതയെക്കുറിച്ച് ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, ബ്രെയിൻ റോട്ടിനെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി നിർവചിച്ചിരിക്കുന്നത് വളരെ ട്രിവിയലായിട്ടുള്ള, അൺചലഞ്ചിങ് ആയിട്ടുള്ള, വളരെ നിസ്സാരമായ, നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലാത്ത ഓൺലൈൻ കണ്ടൻറ്റുകളുടെ ഓവർ കൺസപ്ഷൻ മൂലം മനുഷ്യൻ്റെ തലച്ചോറിലുണ്ടാകുന്ന അപജയത്തെയാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ബ്രെയിൻ റോട്ട് എന്ന പദം കൊണ്ട് വിവക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ കണ്ടൻറ്റുകൾ നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ നമ്മളെ തേടിയെത്താൻ തുടങ്ങിയത് നമുക്കറിയാം ഇമെയിൽ നിലവിൽ വന്നതിന് ശേഷമാണ്. 20 വർഷം മുമ്പാണ് ഇമെയിൽ കണ്ടൻറ്റുകളെക്കുറിച്ച് 20 വർഷം മുമ്പ് നടത്തിയൊരു പഠനത്തിലാണ് ആദ്യമായിട്ട് ഇത്തരം ഓൺലൈൻ കണ്ടൻറ്റുകളുടെ ഓവർ കൺസപ്ഷൻ എങ്ങനെയാണ് മനുഷ്യൻ്റെ തലച്ചോറിനെ, മനുഷ്യൻ്റെ ഓർമ്മശക്തിയെ, മനുഷ്യൻ്റെ അറ്റൻഷൻ സ്പാനിനെ, അതായത് ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു സംഗതിയിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നമ്മളുടെ എബിലിറ്റിയെ എങ്ങനെയാണ് ബാധിക്കുന്നു എന്ന തരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഒരുപാട് റിസർച്ചുകൾ പിന്നീട് മെമ്മറി സൈക്കോളജിസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അത്രയും വിശദമായിട്ട് നമുക്ക് പോകേണ്ടതില്ല. നമ്മുടെ പിന്നീട് ഈ ഇമെയിലിനെ കുറിച്ച് ചർച്ച നടക്കുന്നത് നമ്മൾ ആലോചിക്കണം. ഈ സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും ഒക്കെ നമ്മളുടെ വിരൽത്തുമ്പിൽ എത്തുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും പലതരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും നമ്മളുടെ വിരൽത്തുമ്പിലൂടെ നമുക്ക് അനാവശ്യമായിട്ടുള്ള, വളരെ നിസ്സാരമായ, ഒരു തരത്തിലും പ്രയോജനമില്ലാത്ത ഒരുപാട് വിവരങ്ങൾ നിമിഷം തോറും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിലിക്കൺ വാലിയിലെ ഏറ്റവും മോശം കണ്ടുപിടുത്തമെന്ന് പറയുന്നത് ഈ എൻലെസ് സ്ക്രോളിംഗ് ഡൗൺ എന്ന സംഭവം. നമ്മളിങ്ങനെ വിരൽ താഴോട്ടെടുത്താൽ അറ്റമില്ലാതെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോവാം. പുതിയ പുതിയ അറിവുകൾ, പുതിയതും ആയിരിക്കില്ല, ചിലപ്പം പഴയ അറിവുകളായിരിക്കും, നമുക്ക് ഉപകാരമില്ലാത്ത നിസ്സാരമായ അറിവുകളായിരിക്കും. അപ്പോൾ ഇത്തരം കണ്ടൻറ്റുകളുടെ പ്രവാഹത്തോടൊപ്പം തന്നെ കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്ന ചില സാമൂഹിക ദുരന്തങ്ങളുണ്ട്. ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അത് വിവര സാങ്കേതിക രംഗത്തെ വിപ്ലവമാണ് ശരിക്കും ഇൻഫർമേഷനെ എല്ലാവർക്കും ലഭ്യമാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലെത്തിച്ചത്. എന്നാൽ ഇത്തരം അറിവുകളുടെ, അനാവശ്യമായ ഇത്തരം അറിവുകളുടെ കുത്തൊഴുക്കിനൊപ്പം തന്നെ ഒട്ടും ഉത്തരവാദിത്തമില്ലാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പ്രവഹിക്കുന്ന കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്ന, ഉള്ളടക്കങ്ങൾ ഉണ്ടാക്കുന്ന വിപത്തുകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന ഒരു ഉദാഹരണമാണ് പാലക്കാട് ജില്ലയിലെ ഒരു സ്കൂളിലുണ്ടായ ആ വിദ്യാർത്ഥിയുടെ വീഡിയോ മുഖ്യധാര മാധ്യമങ്ങളടക്കം സോഷ്യൽ മീഡിയയും എല്ലാവരും പ്രചരിപ്പിക്കുന്നതും, ആ 18 വയസ്സ് തികയാത്ത ചൈൽഡ് എന്ന നിർവചനത്തിനുള്ളിൽ വരുന്ന ആ കുട്ടിയെ ഒരു വലിയ ക്രിമിനലിനെ പോലെ കാണുകയും ആ കുട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്നും സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ മുമ്പിലുണ്ടായി. അതിന് തൊട്ട് മുമ്പുണ്ടായ ഒരു സംഭവമാണ് തിരുവനന്തപുരം ജില്ലയിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അയാൾ മരിച്ചപ്പോൾ അയാളെ സമാധിയാക്കുന്നു. അയാളെ ഗോപൻ സ്വാമി എന്ന രീതിയിലും അതൊരു സമാധിയായും അവതരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. പിന്നീട് അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ്മോർട്ടവും മറ്റ് പോലീസ് പരിശോധനകളും എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ സംസ്കരിക്കുമ്പോൾ ചില പത്രങ്ങൾ അദ്ദേഹത്തെ ഗോപൻ്റെ മൃതദേഹം സംസ്കരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്പോഴും ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ മഹാസമാധി ഇരുത്തി എന്നുവരെ എഴുതിക്കളഞ്ഞ മുഖ്യധാര മാധ്യമങ്ങളടക്കമുണ്ട്. ഈ ഒരു സ്ഥിതിവിശേഷത്തിലാണ്, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഉള്ളടക്കത്തിൻ്റെ സാമൂഹിക ഉത്തരവാദിത്തം എന്ന വിഷയം ചർച്ച ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൽ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്ത നിർവഹണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് ആദ്യം കെ ജോണിയോട് ചോദിച്ചുകൊണ്ട് തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഈ അന്തസ്സാരശൂന്യമായ ഉള്ളടക്കം എന്ന് പറയുന്നത് അതൊരു പുതിയ സംഗതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യരുള്ളപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഈ ദൈനംദിന വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ സദാ
വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല സംസാരിക്കുന്നത്. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, വാസ്തവത്തിൽ ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് നമ്മുടെ ജീവിതം തന്നെയാണ്. എന്താണ് നിങ്ങളുടെ സന്ദേശം എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞതിനപ്പുറത്തൊരു മറുപടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുള്ളത്. അപ്പോൾ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതമാണെന്നും ജീവിതത്തിലൂടെയാണ് ഒരാൾ മുന്നോട്ട് പോകുന്നതെന്നും ആ ജീവിതം എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അന്തഃസാര ശൂന്യമായ ഉള്ളടക്കങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ട്രംപിൻ്റെ ഇനാഗുറൽ സെഷൻ കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥന ചടങ്ങ് നടക്കുമ്പോൾ ബിഷപ്പ് മരിയൻ എഡ്ഗർ ബഡി എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ബിഷപ്പ്, 65-കാരിയായ ബിഷപ്പ്, അവർ വാഷിങ്ടണിൽ ട്രംപിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നൊരു സംഗതിയുണ്ട്. മിസ്റ്റർ പ്രസിഡന്റ്, എനിക്ക് താങ്കളോട് ഒരു കാര്യമൊന്ന് അപേക്ഷിക്കാനുണ്ട്. LGBTQ ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവർ, നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർ, അവരൊക്കെ പേടിച്ചിരിക്കുകയാണ്. അവരുടെ കുട്ടികൾ പേടിച്ചിരിക്കുകയാണ്. അവരുടെ മാതാപിതാക്കളെ എപ്പോഴാണ് ഭരണകൂടം പിടിച്ച് പുറത്താക്കുക, അല്ലെങ്കിൽ എപ്പോഴാണ് അവരെ തടങ്കലിലേക്ക് കൊണ്ടുപോവുക? ഇതവർ ട്രംപിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ് രാഷ്ട്രീയമെന്ന ഒരു വലിയ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്, എത്ര സുന്ദരമായാണ് ബിഷപ്പ് മരിയൻ വാസ്തവത്തിൽ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നമുക്കറിയാം. ട്രംപ് ഉൾപ്പെടെയുള്ളവർ, അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വാൻസ്, ഇവരെല്ലാവരും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അമേരിക്കയിൽ വളരെ അന്തഃസാര ശൂന്യമായ ഉള്ളടക്കത്തിൻ്റെ ഉടമയാണ് എന്നുള്ള മട്ടിലാണ് ട്രംപിനെ നമ്മൾ പലപ്പോഴും കണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹം ഇങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് ഒരു ഒളിഗാർക്കിയുടെ അതിസമ്പന്നരായിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് അമേരിക്കൻ ഭരണകൂടം ഇങ്ങനെ ഇപ്പോൾ എത്തിപ്പെടുന്നു. എങ്ങനെയാണ് ലോകത്തിൻ്റെ തന്നെ ഒരു മുന്നോട്ടുള്ള വഴിയെ അവരെ ഇപ്പോൾ മാറ്റിവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേർക്കുള്ള ഒരു ചോദ്യം വാസ്തവത്തിൽ ആ ലേഡി ബിഷപ്പിൻ്റെ മുന്നിൽ നിന്നുണ്ടാവും. അപ്പോൾ അത്തരം ചില ചോദ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ ഈ DC ബുക്സ് സംഘടിപ്പിച്ച ഇതേ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് MT വളരെ ശക്തമായ ചില ചോദ്യങ്ങൾ ചോദിച്ചത്. ഇപ്പോൾ ചോദ്യങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പോൾ ദുഷ്യന്ത് ദവയെ പോലെയുള്ള ലീഡിങ് അഡ്വക്കേറ്റ്സ്, അവർ നമ്മുടെ ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചന്ദ്രചൂഡിൻ്റെ DY ചന്ദ്രചൂഡിൻ്റെ ആ ചില വെളിപ്പെടുത്തലുകളെക്കുറിച്ച്, അയോധ്യ വിധി താൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് താൻ ദൈവത്തോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ദവെ ചോദിക്കുന്നുണ്ട്, ഇത് തന്നെ വാസ്തവത്തിൽ സുപ്രീം കോടതിയിൽ ഇത്രയും അതിപ്രധാനമായ ഒരു വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് ഒരു മുസ്ലിം ജഡ്ജ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ജഡ്ജ് പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തോട് സംസാരിച്ചിട്ടാണ് ഈ വിധി എഴുതിയത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെതാക്കുന്ന പ്രകമ്പനം എന്തായിരിക്കുമെന്ന് ദവെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ അദ്ദേഹം വാസ്തവത്തിൽ കരൺ താപ്പറുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, കാരണം നമുക്കറിയാം കരൺ താപ്പർ വളരെ ലീഡിങ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവറാണ്, ജേർണലിസ്റ്റാണ്. അദ്ദേഹം BBC പ്രവർത്തിച്ചിട്ടുണ്ട്, ഇവിടെ ഇന്ത്യ ടുഡേയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, CNN IBN ഉണ്ടായിരുന്നു. പക്ഷേ ആത്യന്തികമായിട്ട് അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്നത് വയർ എന്ന് പറഞ്ഞ ഒരു നവമാധ്യമത്തിലാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. കാരണം ഭരണകൂടവുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ അദ്ദേഹത്തിന് ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. പക്ഷെ എത്തിപ്പെടുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഈ ഉള്ളടക്കത്തെ എങ്ങനെയാണ് ജനാധിപത്യവൽക്കരിക്കുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ഇന്ത്യയിൽ, കേരളത്തിൽ എല്ലായിടത്തും വരുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ നമ്മുടെ മോഡറേറ്റർ സൂചിപ്പിച്ചതുപോലെ ആ കുട്ടിയുടെ കാര്യം തന്നെ എടുക്കുക. പാലക്കാട് നിന്ന് വന്ന ആ ഒരു സംഗതി, ആ കുട്ടി അധ്യാപകനുമായിട്ട് തർക്കമുണ്ടാകുന്നു, അത് നമ്മളെല്ലാവരും അറിയുന്നു. പക്ഷെ അതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടി അടക്കമുള്ളവർ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. അതായത് ആ കുട്ടിയെ നമ്മൾ മാറ്റി നിർത്തുകയല്ല, ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറയേണ്ടി വന്നത്, എന്താണ് അവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഏതൊരു പരിസരത്തിൽ നിന്നാണല്ലേ, ഒന്നും ശൂന്യതയിൽ നിന്നുണ്ടാകുന്നില്ലെന്ന് നമുക്കറിയാം. നമുക്ക് ആരെയും, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ആരെയും നമുക്കിങ്ങനെ കളം തിരിച്ച് മാറ്റി നിർത്താനാവില്ല. അപ്പോൾ എവിടെ നിന്നാണ് വാസ്തവത്തിൽ ഇത്തരം ഉള്ളടക്കങ്ങൾ ഉണ്ടാകുന്നത്, ആരാണ് ഈ ഉള്ളടക്കങ്ങൾ കൊണ്ടുവരുന്നത്? അപ്പോൾ ഈ ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നമ്മൾ തന്നെയാണ് ഈ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉള്ളടക്കങ്ങൾ ഉണ്ടാകുന്നത്? PV അൻവർ എന്ന് പറഞ്ഞ വ്യക്തി പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ PV അൻവറെ നിങ്ങളെ കയ്യും കാലും വെട്ടി ചാലിയാറിൽ തള്ളും എന്ന മുദ്രാവാക്യം കേരളത്തിൽ തന്നെയാണ് മുഴങ്ങിയത്. ആ മുദ്രാവാക്യത്തിനെതിരെ എത്ര പേര് പ്രതികരിച്ചു? ഈ കുട്ടി പറഞ്ഞ അതിൽ എത്രയോ ഭീകരമായിട്ട് പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉള്ളടക്കങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു ശൂന്യതയിൽ നിന്നുണ്ടാകുന്നതല്ല,
അപ്പോൾ എങ്ങനെയാണ് നമ്മളായി മാറുന്നത് എന്നല്ലേ കടമ്മനിട്ടയുടെ ആ പ്രശസ്തമായ വാക്യം തന്നെയാണ് നമ്മൾ എപ്പോഴും ചോദിക്കേണ്ടതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ ഓർക്കണമെന്ന്, അല്ലേ? നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അപ്പോൾ നമ്മളെങ്ങനെയാണ്, ആ കുട്ടി എങ്ങനെയാണ് ആ കുട്ടിയായത്? അല്ലെങ്കിൽ ഈ വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നവരെങ്ങനെയാണ് ആകുന്നത്? അല്ലെങ്കിൽ അയോധ്യ വിധി വാസ്തവത്തിൽ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു വെളിപാടിൽ നിന്നാണ് അയോധ്യ വിധി വരുന്നത്. ഇപ്പോൾ അടുത്തിടെ മോഹൻ ഗോപാലുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, അതായത് അയോധ്യ വിധിയിൽ ഒരു അനുബന്ധമുണ്ട്, അതായത് ഒരു 118 പേജുള്ള ഒരു അഡൻഡം എന്ന് പറയുന്നത്, അത് വിധിയുടെ ഭാഗം തന്നെയാണ്. ആ വിധിയിൽ പറയുന്നത് എന്താണ്? ആ വിധിയിൽ പറയുന്നത് അയോധ്യയിൽ രാമൻ ജനിച്ച സ്ഥലമാണെന്നുള്ള ഹിന്ദുക്കളുടെ വിശ്വാസമുണ്ട്. അത് ബാബ്രി മസ്ജിദാണ്, ബാബറിൻ്റെ ആജ്ഞാനുസരണം പണിത പള്ളിയാണ്. ആ പള്ളി തകർത്തിട്ടാണ് അവിടെ അമ്പലം പണിയുന്നത്. അപ്പോൾ മോഹൻ ഗോപാൽ പറയുന്നത് ഈ അഡൻഡം, ഈ അയോധ്യ വിധിയിലെ അഡൻഡത്തിൽ പറയുന്നത് ഇത് രാമൻ ജനിച്ച സ്ഥലമാണ് എന്നുള്ള വിശ്വാസം ഡിസ്പ്രൂവ് ചെയ്യുന്നതിന്, അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു കാര്യവും ഇവിടെ ഈ മറുഭാഗത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ മോഹൻ ഗോപാൽ ചോദിക്കുന്നത് ഇതെന്ത് വിധിയാണ്? കാരണം ഒരു കോടതിക്ക് മുന്നിലെ മെറ്റീരിയൽ എവിഡൻസിന് വരേണ്ടത്. അവിടെ ഒരു വിശ്വാസത്തെ എങ്ങനെയാണ് നമ്മൾ തെറ്റാണെന്ന് തെളിയിക്കുക? അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതായത് സെക്രട്ടേറിയറ്റ് എൻ്റെ തറവാടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിധി കൊണ്ടുവരാൻ കഴിയുമോ? അപ്പോൾ വിശ്വാസം തെറ്റാണെന്ന് തെളിയിക്കുക എന്ന് പറയുന്നത് ഒരു ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്ന സംഗതിയല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉള്ളടക്കം വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഉള്ളടക്കമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് കൃത്യമായ പരിസരങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ജുഡീഷ്യറിയെ വളരെ കൃത്യമായിട്ട് സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി ചോര പൊടിയാതെ നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ കഴിയുമെന്ന് മോഹൻ ഗോപാൽ പറയുന്നുണ്ട്. അപ്പോൾ ഭരണഘടനയെ ഒരു ഹിന്ദു ഡോക്യുമെൻ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ട്, അല്ലേ, ജുഡീഷ്യറിയാണ് അൾട്ടിമേറ്റ്ലി, ജുഡീഷ്യറിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അർത്ഥം കൊടുക്കുന്നത്. ആ അർത്ഥം കൊടുക്കുന്നത് ഒരു ഹിന്ദു ഡോക്യുമെൻ്റ് എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ അത് ഇന്ത്യ ഒരു ഹിന്ദു റിപ്പബ്ലിക്കാക്കി മാറ്റുന്നതിനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ്. അപ്പോൾ അതിനുള്ള പരിസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇതിനുള്ളിലാണ് നമ്മൾ ഈ ഓൺലൈൻ മീഡിയയുടെ ഒരു വരവുണ്ടായത്. നമുക്കറിയാം, നമ്മൾ ഈ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വരുമ്പോൾ 1989 വേൾഡ് വൈഡ് വെബ് വരുന്നത്. ടിംലിയാണ് അത് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം. അപ്പോൾ ജനാധിപത്യം ഒന്നുകൂടി വികസ്വരമാകാൻ പോകുന്നു, പ്രകാശഭരിതമാകാൻ പോകുന്നു, എല്ലാവർക്കും ഒപ്പീനിയൻ പറയാൻ പറ്റുന്നു. ഇതെല്ലാം നമ്മൾ വിചാരിച്ചിട്ടുള്ള സംഗതിയാണ്. പക്ഷേ അവിടെയാണ് ട്വിറ്റർ എന്ന പ്ലാറ്റ്ഫോം വിലക്കെടുത്തുകൊണ്ട് അതിനെ എക്സാക്കി മാറ്റിയിട്ട് ഈ ഒരു ഫാസിസ്റ്റ് അജണ്ട എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന് ഇലോൺ മസ്കിനെ പോലുള്ളവർ തെളിയിച്ചത്. അപ്പോൾ ഒരു അതിസമ്പന്നനായ ഒരു വ്യക്തി ഭരണകൂടത്തെ വിലക്കെടുക്കും. നമുക്കറിയാം, ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പും ഇതുപോലൊരു സംഗതി നമ്മൾ കണ്ടിട്ടില്ല. ഇന്ത്യയിൽ വാസ്തവത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് ചെറിയൊരു പേടി വന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞത് എന്താണ് നമ്മൾ മറന്നു പോകരുത്. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് അംബാനിയും അദാനിയും ലോറി കണക്കിന് കാശ് അയച്ചു കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം അവസാന നിമിഷത്തിൽ തൻ്റെ കൂടെ നിൽക്കുന്ന അംബാനിക്കും അദാനിക്കും എതിരെ തിരിയുന്നൊരു കാഴ്ചയാണ് ഇന്ത്യയിൽ കണ്ടത്. കാരണം അദ്ദേഹത്തിന് ചെറിയൊരു പേടി വന്നു. ഈ ഇന്ത്യൻ ജനത ഈ ക്രോണി ക്യാപിറ്റലിസത്തിനെതിരെ ചിലപ്പോൾ വിധി എഴുതും എന്നുള്ളൊരു പേടി വന്നപ്പോൾ അദ്ദേഹം അവസാന നിമിഷം ആരോപിച്ചത് രാഹുൽ ഗാന്ധി ഇപ്പോൾ അദാനിക്കും അംബാനിക്കും എതിരെ പറയുന്നില്ല, കാരണം ട്രക്ക് ലോഡ്സ് ഓഫ് മണി ഹാവ് ബീൻ സെൻറ്റ് ടു രാഹുൽ ഗാന്ധി എന്നാണ്. അതേസമയം അപ്പുറത്ത് എന്താ സംഭവിച്ചത്? അമേരിക്കയിൽ വളരെ പരസ്യമായിട്ട് ഇലോൺ മസ്കിനെ പോലെ ഒരു അതിസമ്പന്നൻ അവിടെ നിന്നിട്ട് പറയുന്നു, ഞാൻ ട്രംപിൻ്റെ കൂടെയാണ്, അദ്ദേഹത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്, അദ്ദേഹമാണ് അധികാരത്തിൽ വരേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം സംഗതികൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ മീഡിയയിൽ ഈ അന്തസ്സാരശൂന്യമായ കണ്ടൻറ്റ് വരുമ്പോൾ അത് ആരെയാണ് ലക്ഷ്യമിടുന്നത് നമുക്കറിയാം. നമ്മുടെ ബ്രെയിന് തീർച്ചയായിട്ടും ലക്ഷ്യമിടുന്നുണ്ട്, നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ എതിർക്കുന്നത് എപ്പോഴല്ലേ? ആത്യന്തികമായിട്ട് നമ്മുടെ പ്രയാമ്പിൾ പറയുന്നത് പോലെ, ഭരണഘടനയിൽ പ്രയാമ്പിൾ പറയുന്നത് തന്നെയാണ് എന്ത്? വി ദ പീപ്പിൾ, നമ്മൾ ഇന്ത്യൻ ജനതയാണ്, നമ്മൾ ഈ ജനസമൂഹമാണ് വാസ്തവത്തിൽ ജനാധിപത്യത്തെ തിരിച്ചെടുക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ തിരിച്ച് പറഞ്ഞത് ഉത്തരേന്ത്യയിലെ സാധാരണക്കാരായ നിരക്ഷരരായ ജനതയാണ്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അന്ന് ഇന്ദിരാഗാന്ധിക്കൊപ്പമാണ് നിന്നത്. പക്ഷേ ഉത്തരേന്ത്യൻ ജനത, നിരക്ഷരരായവർ, നിരാലംബരായിരുന്നവർ, അവർ തിരിച്ചടിച്ചു. അവരാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടെടുത്തത്. അതുകൊണ്ട് എത്ര അന്തസ്സാരശൂന്യമായ ഉള്ളടക്കങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനു മുകളിലായിരിക്കും ഈ
വലിയ ഒരു ജനസമൂഹം പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. നന്ദി, നമസ്കാരം. ഉള്ളടക്കം ശൂന്യതയിൽ നിന്ന് വരുന്നതല്ല എന്ന് ശ്രീ കെ ജോണി പറയുകയുണ്ടായി. പക്ഷേ ഉള്ളടക്കം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇനി ഉള്ളടക്കം ശൂന്യതയിൽ നിന്ന് വരുന്നതല്ല എങ്കിൽ പോലും കിട്ടുന്ന ഉള്ളടക്കം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതും വലിയൊരു പ്രശ്നമാണ്. ഇപ്പം ഈ വേദിയിൽ തന്നെ നമ്മൾ 5 പേരുണ്ട്. നമുക്ക് 5 പേർക്കും ഒരാൾക്ക് നുണ പറയാം, ഒരാൾക്ക് അയാളുടെ അറിവില്ലായ്മ പറയാം, ഒരാൾക്ക് വിദ്വേഷം പറയാം. അപ്പോൾ ഇങ്ങനെ ഒരേ ചർച്ചയിലിരുന്ന് പറയുന്ന ഈ 4 കാര്യങ്ങൾ പിന്നീട് ഇന്നത്തെ കാലത്ത് എഡിറ്റ് ചെയ്ത് ഓരോന്നും പറയുമ്പോൾ അതിൻ്റെ പ്രതികരണം അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് കിട്ടിയ മറുപടി കേൾക്കുന്നത് ഇന്നത്തെ ചാനൽ ചർച്ചകളുടെ ഒരു പ്രധാന ദോഷമായി ഞാൻ കാണുന്നത് അതാണ്. പല അഭിപ്രായമുള്ള ആളുകൾ വന്നിരുന്ന് പലതരത്തിൽ പറയാം. അതിൽ ഒരാൾ പറയുന്നതിൽ വിദ്വേഷമുണ്ടാകും, ഒരാൾ പറയുന്നതിൽ അസത്യമുണ്ടാകും, ചിലർ പറയുന്നതിൽ വിവരക്കേടുണ്ടാകും. പിന്നീട് ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നിടത്താണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഈ ഒരു സംഭവത്തെ കുറിച്ച് അപർണയ്ക്ക് എന്താണ് പറയാനുള്ളത്? ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന മസ്തിഷ്കം ചീയൽ അല്ലേ, അങ്ങനെയാണ് അത് ഏകദേശം പറയേണ്ടത്. നമ്മൾ അതിനെ വിമർശിച്ചുകൊണ്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇതായതുകൊണ്ട് ഒന്നോ രണ്ടോ അതിൻ്റെ ഒരു പോസിറ്റീവ് ആയിരുന്നു അത് ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കത്തിൽ എന്നുള്ളൊരു വിലയിരുത്തൽ പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ആ വിയോജിപ്പിലേക്ക് വരാം. ഒരു 10, 13, 14 വർഷം മുമ്പ് LGBT കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്ന ഒരു ഇപ്പോൾ ഇല്ലാത്തൊരു അക്സെപ്റ്റൻസ്, ഇപ്പോൾ ഉള്ള ഒരു അക്സെപ്റ്റൻസ് അന്നില്ലാതിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതുപോലെ ഒരു ചർച്ചകൾക്ക് വിളിക്കുമ്പോൾ ഒരു വല്ലാത്ത പൊതുബോധ്യം ഇതിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതായത് ഇവർ അഡ്രസ്സ് ചെയ്യുന്ന പല വിഷയങ്ങളും ഏതെങ്കിലും ഒരു ചർച്ചയിൽ മുഖം കാണിച്ചുകൊണ്ട് പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, അത് അവിടെ നിൽക്കുന്ന സാധാരണ സമൂഹമെന്ന് സ്വയം വിളിക്കുന്നവർ അതിനെതിരെ വലിയ രോഷം കൊള്ളുകയും ഇത് ഞങ്ങളുടെ അവകാശമാണ് ഇത്തരം ചില പ്രതിഷേധങ്ങൾ എന്നൊക്കെ കരുതുന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചാനൽ ചർച്ചകളിൽ അത് എടുക്കുക, ഇപ്പോഴൊക്കെ വിചാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മുഖം മറച്ച് വളരെ 1-2 പേരൊക്കെയാണ്, ഒരു 10-12 പേര് നമ്മൾ പാനലിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ 1-2 പേർക്ക് മാത്രമാണ് മുഖം മറയ്ക്കാതെ വരാൻ പറ്റുന്നൊരവസ്ഥ. പക്ഷെ വളരെ പെട്ടെന്ന് ഈ കമ്മ്യൂണിറ്റിയുടെ പല വിഷയങ്ങൾ ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യപ്പെടുക, ഇത് ഓൺലൈൻ കണ്ടൻറ്റുകളിലൂടെ പുറത്തേക്ക് വരിക, ഇത് പറഞ്ഞ അതൊരു ഫ്ലോ ഓഫ് കണ്ടൻ്റ് ആയിരുന്നു. അതിൽ നിന്ന് മേ ബി അതൊരു ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഒരു സാധനം, അതിൽ നിന്ന് കൂടിയാണ് ഒരു അക്സെപ്റ്റൻസിലേക്ക് ഈ സൊസൈറ്റി കടന്നത്. ഞാൻ പറയുന്നത് ബ്രെയിൻ റോട്ടിനെ അനുകൂലിച്ചുകൊണ്ട് കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു സാഹചര്യം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം, പത്രങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ അതിന് മുമ്പുണ്ടായിരുന്നപ്പോൾ റേഡിയോ അടക്കമുള്ളത് പിറകിലേക്ക് പോയി, അത് കഴിഞ്ഞ് TV വരുമ്പോൾ പത്രങ്ങൾ പിറകിലേക്ക് പോയി. ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഇനി എങ്ങോട്ട് എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ട് നിന്നൊരു സാഹചര്യമാണ്. അപ്പോഴാണ് ഇതൊരു മറ്റൊരു ആസ്പെക്റ്റും ഒരു വഴിയുമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് എന്ന് തോന്നുന്നിടത്ത് സ്വാഭാവികമായിട്ടും ഇതിനെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്തു വ്യക്തിപരമായിട്ട് മാധ്യമപ്രവർത്തകർ, ഇപ്പം ഞാനടക്കം. കാരണം ഞങ്ങളൊക്കെ ആ സമയത്ത് ഇതിൻ്റെ ഒരു സാധുതയിലേക്ക് കടന്നു. കൂടുതൽ എടുത്തു പറയുക, ഇപ്പോൾ ഒരു ചർച്ചയിലാണെങ്കിൽ തന്നെ അതിൽ നിന്ന് ഒരു ഭാഗം മാത്രമായിട്ട് എടുത്തു പറയുക, അത് വളരെ പെട്ടെന്ന് റീച്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് കടന്നു. അത് മാധ്യമങ്ങൾ അത് കടന്നപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തകരും അതിനകത്തേക്ക് കടന്നു. ഇപ്പോൾ ഒരു 14 വർഷം മുൻപുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനവും നോക്കുമ്പോൾ ഈ ചാനൽ ചർച്ചകളിൽ കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് പലരെയും ആക്രമിക്കുകയും പറയുകയും ഒക്കെ ചെയ്ത ആൾക്കാർക്ക് സോഷ്യൽ മീഡിയമല്ല, സമൂഹത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു സ്വാധീനമുണ്ട്. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് 10 തവണ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ 10 പേരെ കൊണ്ട് അത് പറയിപ്പിക്കുക, ദെൻ ഇറ്റ് വിൽ ബിക്കം ട്രൂ എന്നുള്ള ഒരു നോഷനിലേക്ക് ആ സൊസൈറ്റി എത്തി. അങ്ങനെ ഈ ബ്രെയിൻ റോട്ട് മാറി ഇപ്പോൾ ഈ എത്തി നിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വിഷയം നെയ്യാറ്റിൻകര ആറാലുമൂട് ഗോപൻ എന്ന് പറയുന്ന ഒരാൾ മരിക്കുന്നു. രാസപരിശോധനാ ഫലം ഇപ്പോഴും വന്നിട്ടില്ല. ഇത് പരിശോധനാ ഫലം വരുന്നതിന് മുൻപ് തന്നെ മഹാസമാധി വരെ ആഘോഷിച്ചു, സമാധിയിലേക്ക് കടന്നു. മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. ആ സമയത്ത് മാധ്യമങ്ങളല്ല, രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ മുന്നണികളും ചെയ്യുന്നതും അതുതന്നെയായിരുന്നു. വളരെ സേഫ് ആയിട്ടുള്ള ഒരു പാത ഇതിനകത്ത് സ്വീകരിച്ച് മാറി നിൽക്കുക. അപ്പം നമ്മൾ BJP ഒരു നേതാവുമായിട്ട് നമുക്കൊരു അഭിമുഖം നടത്തിയപ്പോൾ എടുത്താണ് ചോദിക്കുന്നത്, ഇതിനകത്തൊരു നിലപാട് എന്താണ് പറയാത്തത്? അതായത് ബ്രെയിൻ റോട്ട്
പൊതുബോധ്യമായി മാറുന്ന ഒരു പ്രത്യേക ഒരു കാഴ്ച കേരളത്തിൽ ഇപ്പം നടക്കുന്നുണ്ട്. അതിലേക്ക് വലിയ സംഭാവന കൊടുക്കുന്നത് മാധ്യമങ്ങളാണ്, ഓൺലൈൻ മാധ്യമങ്ങളാണ്. ഈ തിരുവനന്തപുരത്ത് ഷാരോൺ രാജ് വധക്കേസ് വരുന്ന സമയത്ത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വേണമെന്നുള്ളത് അതൊരു പൊതുബോധ്യമാണ്. ആ ഒരു പൊതുബോധ്യത്തിനൊപ്പം നേരത്തെ ശ്രീ ജോണി സാർ പറഞ്ഞ പോലെ ജുഡീഷ്യറിയെ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളൊരു കാര്യമുണ്ട്. ഒരു 15 വർഷം മുമ്പാണെങ്കിൽ നിങ്ങൾ അത് ഏത് മെറിറ്റിലാണ് എടുക്കുക? ഇപ്പോൾ നിങ്ങളത് ഏത് മെറിറ്റിലാണ് എടുക്കുക? ഒരു പൊതുബോധ്യത്തിനനുസരിച്ച് നിൽക്കുന്നത് മാധ്യമങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് മുകളിലുള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു കോടതി ലക്ഷ്യത്തിലേക്ക് ഞാൻ എൻ്റെ പ്രസ്താവന പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അപ്പോൾ ബ്രെയിൻ റോട്ട് എന്താണ്, പൊതുബോധ്യം എന്താണ് എന്ന് വേർതിരിച്ചറിയാൻ മലയാളി സമൂഹത്തിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ഇതൊരു പൊതുബോധ്യമാണ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു വധശിക്ഷ വിധിച്ച ഒരു ജഡ്ജിക്ക് പാലഭിഷേകം കൊടുക്കണമെന്ന് പറയുമ്പോൾ രാഹുൽ ഈശ്വറിന് പിറകിൽ അത്രയും വലിയൊരു ക്രൗഡ് നിൽക്കുന്നതും ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ കേസ് വന്നാലും എൻ്റെ ഒപ്പം ആൾക്കാരുണ്ടാകും എന്നൊരാൾക്ക് പറയാനും കഴിയുന്നത് അത് പൊതുബോധ്യമാണോ അതോ ബ്രെയിൻ റോട്ടാണോ? ഇത് രണ്ടും കൂടെ ഇടകലർന്നുകൊണ്ട് നമ്മൾ മലയാളികൾ പല വിഷയങ്ങളും സ്വീകരിക്കുന്നത് പോലെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ക്ലിക്ക് ബെയ്റ്റ്സ് എന്ന് പറയുന്ന അതൊരു വൃത്തികെട്ട കാര്യമാണ്. ഒരു ചർച്ചകൾ നടത്തുമ്പോൾ നിങ്ങളൊരു തംബ്നെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതായിരിക്കില്ല ഇതിനകത്ത്, പക്ഷേ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റീച്ച് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്രെയിൻ റോട്ട് അല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക? എന്ത് ഡെപ്ത് ന്യൂസാണ് ജനങ്ങളിലേക്ക് എത്തുക? സെൻസേഷനലിസത്തെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചാനൽ ചർച്ചയിലോ അല്ലെങ്കിൽ ടി വിയിലോ അത് തന്നെ നിങ്ങൾ ചാനലിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ കൊടുത്താൽ അതെങ്ങനെയാണ് റീച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാധ്യമ പ്രവർത്തകർക്ക് ഇത് വളരെ കൃത്യമായിട്ട് അറിയാം, ഇത് എവിടെയാണ് ഉപയോഗിക്കണമെന്ന് അറിയാം. അല്ലാതെ നെയ്യാറ്റിൻകരയിൽ നടക്കുന്നത് മഹാസമാധിയാണെന്നോ അവിടെ ഒരു സമാധി ചടങ്ങ് നടക്കുകയാണെന്നോ വിശ്വസിക്കുന്ന മാധ്യമ പ്രവർത്തകരല്ലല്ലോ അവിടെ നിൽക്കുന്നത്, അല്ല. പക്ഷേ ഇത് എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തുക, ഏത് പോയിന്റാണ് ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയുമ്പോൾ അത് മാധ്യമ പ്രവർത്തകരും ചെയ്യുന്നു, അത് രാഷ്ട്രീയ പ്രവർത്തകരും ചെയ്യുന്നു. നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് ചോദിച്ച രാഷ്ട്രീയ പ്രവർത്തകരോട് നിങ്ങൾ അവിടെ പ്രതികരിച്ചിരുന്നോ? ഒരു 10-25 വർഷം മുമ്പായിരുന്നെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ യുവജന സംഘടനകൾ ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നെയ്യാറ്റിൻകരയിൽ നടത്തുമായിരുന്നു? എന്തുകൊണ്ട് അത് ഉണ്ടായില്ല എന്ന് ചോദിക്കുമ്പോൾ ചില പൊതുബോധ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ജോണി സാറ് പറഞ്ഞ പോലെ ഇതൊക്കെ കാലാകാലത്തോളം ഇങ്ങനെ നീണ്ടുപോകും, അങ്ങനെ ഇതെല്ലാം ഒന്നുമില്ലാതെ ആയി പോകും എന്ന് കരുതുന്നില്ല. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഇതൊരു മാറ്റം ഒരുപക്ഷെ മുഖ്യധാര മാധ്യമത്തിൽ നിന്ന് മാറി നിന്ന് ഒരു നവമാധ്യമത്തിൽ ഒതുങ്ങിപ്പോകുമ്പോൾ കരൺ താപ്പർ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിനകത്ത് അതുണ്ടാകും. അങ്ങനെ 1-2 ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ടാകും. പക്ഷേ ഇതൊരു വലിയ ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു വലിയ ക്രൗഡ് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ആയിട്ടല്ല, ഇത് വളരെ യൂഷ്വലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് പറയുന്നത്. പ്രായമുള്ളവരും റീൽസ് മാത്രം കണ്ടുകൊണ്ട് ഇതാണ് ഒരു വാർത്തയുടെ ആംഗിൾ എന്ന് വിചാരിക്കുന്ന ഒരു 50+, 60+ ആൾക്കാരെ നിങ്ങൾ ഏത് വാർത്തയുടെ കണ്ടന്റ് കാണിച്ചുകൊണ്ടാണ് തിരുത്തുക? അപ്പോൾ പൊതുബോധ്യം ഏത്, ബ്രെയിൻ റോട്ട് ഏത് എന്ന് ഇടകലർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾ മാത്രം അതിൻ്റെ ഉത്തരവാദികളാകുന്നു എന്ന് എനിക്ക് കരുതാൻ വയ്യ. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്, അതുമാത്രം കൂടി ഞാൻ പറയുന്നു. അപർണ പറഞ്ഞത് പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്കാണ്. നേരത്തെ കെ ജോണി പറയുമ്പോഴും പൊതുബോധം ജുഡീഷ്യറിയെ വരെ ബാധിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം ഗ്രീഷ്മ കേസിൽ തന്നെ വിധി പറയുമ്പോൾ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജി പറഞ്ഞു തുടങ്ങുന്നത് തന്നെ മാധ്യമങ്ങളുണ്ടാക്കിയ പൊതുബോധത്തിനനുസരിച്ചല്ല ഞാൻ വിധി പറയുന്നത് എന്നായിരുന്നു. പക്ഷേ ഏറെക്കുറെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വിധിയായിരുന്നു. ഈ പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങൾക്കും സ്വയം സൃഷ്ടിക്കുന്ന അവനവൻ മാധ്യമങ്ങൾക്കുമൊക്കെ ഒരുപാട് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമുക്കറിയാം, ഒരു കലാകാരിയുടെ സ്ത്രീത്വത്തെ അധിക്ഷേപിച്ച ഒരു വ്യവസായിക്ക് വേണ്ടി എന്തുമാത്രം ആരാധകരാണ് അയാളെ സപ്പോർട്ട് ചെയ്യാനും അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സ്വീകരിക്കാനും തടിച്ചുകൂടുന്നത്. ഇത് മാധ്യമങ്ങൾ അയാൾക്ക് അനുകൂലമായി ഉണ്ടാക്കി അയാളൊരു മഹാനാണ്, അയാൾ വലിയ ജീവകാരുണ്യ പ്രവർത്തകനാണ് എന്നൊക്കെ രീതിയിൽ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു സംഭവത്തിൻ്റെ ഫലം തന്നെയാണ്. അതുപോലെ നേരത്തെ കെ ജോണി സാർ പേര് പറഞ്ഞതുകൊണ്ട് ഞാനും ആ പേര് പറയുന്നു. PV അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങളെ മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിക്കുകയായിരുന്നു എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക്, ആ പങ്ക് നെഗറ്റീവായും പോസിറ്റീവായും ചിലപ്പോൾ
സമൂഹത്തിൽ അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനെ എങ്ങനെ കാണുന്നു മനീഷ്? ഈ 2022 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും റോയിറ്റേഴ്സ് ന്യൂസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി ചേർന്ന് നടത്തിയ ഒരു സർവേയിൽ ഈ 40-ലധികം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ളവർ, എഡിറ്റേഴ്സ്, അതിൻ്റെ സ്ഥാപകർ, ഫൗണ്ടേഴ്സ്, മാനേജിങ് ചുമതലയുള്ള അവരോട് ഈ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം എത്രത്തോളമാണ് ഭാവിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു 2022 അവരുടെ കണക്ക് പ്രകാരം 60% പേരാണ് വലിയ രീതിയിൽ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്, ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് പറയുന്നത്. ഇതേ ചോദ്യവുമായി മറ്റ് ചില രാജ്യങ്ങളിലേക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇന്ത്യ, ഇന്തോനേഷ്യക്കടക്കമുള്ള വലിയ രീതിയിൽ ഈ പറയുന്ന മെയിൻ സ്ട്രീം ലെഗസി, ഈ പറയുന്ന പല ഫോമാറ്റിലുള്ള മീഡിയ പ്ലാറ്റ്ഫോമുകളെ പ്രതികരിച്ചിട്ടുള്ള ആളുകളോട് ചോദിച്ച സമയത്ത് അത് 41% ചുരുങ്ങുക ചെയ്യുന്നത്. വലിയ ശുഭപ്രതീക്ഷയില്ലാന്ന്. എനിക്ക് ഇതിൻ്റെ ഒരു ആമുഖ സ്വഭാവത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങുന്ന ഒരു ആമുഖ സ്വഭാവത്തിൽ പറയാനുള്ളത്, ലോകത്തെ ഏറ്റവും ഉത്തരവാദിത്വമുള്ള ജോലികളിലൊന്നാണ് ദിനേന ഞങ്ങൾ ചെയ്യുന്നത് എന്ന വിശ്വാസത്തിലൂടെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു തൊഴിലാണ് മാധ്യമപ്രവർത്തനം എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ വിശ്വാസം. അത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ വിശ്വാസ്യത നഷ്ടമുള്ള സ്വഭാവത്തിലേക്ക്, അത് ടെലിവിഷൻ ഷോയിലാണെങ്കിലും പ്രിൻറ്റിലാണെങ്കിലും ലെഗസി പബ്ലിഷേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ജേർണലിസ്റ്റിക് നോംസും ഇല്ലാത്ത രീതിയിലുള്ള ക്രിയേറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ ഒറ്റ തലക്കെട്ടിൽ വിശ്വസിപ്പിക്കാവുന്ന അല്ലെങ്കിൽ വിലയിരുത്താവുന്ന ആളുകൾ കൂടി മാറ്റിയെടുത്തതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ചും കൂടിയാണ് നമ്മൾ ബ്രെയിൻ റോട്ട് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്നത്. നേരത്തെ ഈ പറഞ്ഞതിന് തുടർച്ചയായി പറയുകയാണെങ്കിൽ, ഉള്ളടക്കം നിർമ്മിക്കുന്നവർക്കല്ല ഉത്തരവാദിത്തം, ഉള്ളടക്കത്തിൻ്റെ ഉപയോക്താക്കൾക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം പൊതുബോധം അത്തരത്തിലായതുകൊണ്ട് ആ പൊതുബോധത്തെ ഏറ്റവും കൂടുതൽ പേരുടെ മെട്രിക്സ്, ഏറ്റവും കൂടുതൽ പേരുടെ എണ്ണപ്പെരുക്കം തങ്ങളുടെ വരുതിയിലാവണം എന്ന് കരുതിയിട്ടല്ല ഉള്ളടക്കം സൃഷ്ടിക്കേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിന് നമുക്ക് മാധ്യമപ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ദ ക്യൂ എന്ന് പറഞ്ഞിട്ട് 2018 സ്റ്റാർട്ട് ചെയ്ത ഒരു ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ വേർതിരിവുകളുണ്ട് മീഡിയയുടെ കാര്യത്തിൽ. ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പൊളിറ്റിക്സിനെ കണക്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നോക്കാം, രാഷ്ട്രീയം എന്നുള്ളത് പുറമേക്ക് അല്ലെങ്കിൽ പൊതുബോധത്തിലേക്ക്, പൊതുസമൂഹത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾക്കൊരു 25% വരെ ആയിരിക്കും പങ്ക്. അതിനപ്പുറത്ത് ഇൻഫ്ലുവൻസിലൂടെ, ക്രിയേറ്റേഴ്സിലൂടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവൻറ്റ് ലൈവ് സ്ട്രീം ചെയ്യുന്നവരിലൂടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുപരിപാടികൾ റെക്കോർഡ് ചെയ്തിട്ട്, ഇപ്പം ഞാൻ പൊതുപരിപാടികൾ അതിൻ്റെ സ്പീച്ച് ബൈറ്റൊക്കെ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കുന്നവർക്കെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വലിയ ഒരു എണ്ണപ്പെരുക്കത്തിനകത്തു നിന്നാണ് ഈ കൺസംഷൻ നടക്കുന്നത്. വാർത്തയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിബേറ്റുകളുടെ എല്ലാം ഇത് നടക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട സംഗതികളൂടിയാണ് ഈ ടെലിവിഷൻ പ്രിൻ്റ് ആയിട്ടുള്ള സംഗതികൾ. ഇവിടെ ഒരു പക്ഷേ ഒരു പോസ്റ്റ് ഡിജിറ്റൽ റവല്യൂഷനൊക്കെ ശേഷം സംഭവിക്കുന്നത് പ്രധാനപ്പെട്ട പ്രശ്നമാണെങ്കിൽ, ഒരു പ്രിൻ്റ് മീഡിയ ആണെങ്കിൽ, അതിൻ്റെ ഒരു ഡിജിറ്റൽ വേർട്ടിക്കലാണെങ്കിൽ, അവർ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം എന്താണ് ട്രെൻഡ്, എന്താണ് ട്രാഫിക്, അതിനൊപ്പം പോകുക എന്നുള്ളതാണ്. നേരത്തെ ഈ പറയുന്ന വ്യവസായി എന്ന് പറയുന്ന വിവാദ വ്യവസായി, നമുക്കെല്ലാം അറിയാം, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബോച്ചയാണ്, നമുക്കത് പേര് പറയാതിരുന്നുകൊണ്ടൊന്നും കാര്യമില്ല. ഈ ബോബി ചെമ്മണ്ണൂർ കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, ഡിജിറ്റലിൽ നിങ്ങൾക്ക് എന്താ പറയുക, കള്ളം പെരുക്കി കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ എവിടെയെങ്കിലും എക്സ്പോസ്ഡ് ആവും. അതിപ്പം മാതൃഭൂമി മീഡിയ ആണെങ്കിലും മനോരമ മീഡിയ ആണെങ്കിലും ഏഷ്യാനെറ്റിൻ്റെ ഒക്കെ നമുക്ക് അതിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ലേഖനം ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന ആഭാസെന്നോ ഈ പറയുന്ന വോയർസെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പണത്തിൻ്റെ ഹുങ്കെന്നൊക്കെ പറഞ്ഞ തലക്കെട്ടിൽ വരുന്ന കുറച്ചുകൂടി എഡിറ്റോറിയൽ സ്വഭാവമുള്ളൊരു ലേഖനം വന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന റിലേറ്റഡ് ആർട്ടിക്കിൾ, ഇതേ കീവേഡിലുള്ള റിലേറ്റഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ സാദിക്ക് പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചാരിറ്റിയെ വാഴ്ത്തുന്ന, അദ്ദേഹത്തിൻ്റെ സ്വഭാവശൈലിയെ വാഴ്ത്തുന്ന, അദ്ദേഹത്തിൻ്റെ ഉടുപ്പിനെയും ആടയാഭരണങ്ങളെയൊക്കെ വാഴ്ത്തുന്ന തരത്തിലുള്ള ദീർഘമായ എഴുത്തുകളായിരിക്കും. ഇതൊന്നും മുൻപ് പത്രത്തിൽ കാണുന്ന പോലെ ഒരു ഡിസ്ക്ലൈമർ സ്വഭാവത്തിൽ, ഇത് അഡ്വർട്ടോറിയലാണ്, നോക്കൂ ഇത് പരസ്യ താല്പര്യാർത്ഥം ഞങ്ങൾ എഡിറ്റോറിയൽ ഡിസിഷൻ്റെ പുറത്തല്ലാതെ ചെയ്ത ഒരു പരസ്യ വിപണിക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻ്റാണ് എന്ന തലക്കെട്ടിലാവില്ല, അല്ലെങ്കിൽ പിൻകുറിപ്പിലോ ഈ പറയുന്ന വാൽകഷ്ണത്തിലോ ഒന്നും ആയിരിക്കില്ല വരുന്നത്. ഇതൊരു പ്ലെയിൻ ലേഖന സ്വഭാവത്തിലോ ആർട്ടിക്കിൾ സ്വഭാവത്തിലോ ഫീച്ചർ റൈറ്റിംഗ് സ്വഭാവത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ പൊതുബോധം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പൊതുബോധം ഈ തരത്തിൽ എല്ലാ തരം
ഈ പറയുന്ന സെൻസേഷണലിസം സ്വഭാവമുള്ള ക്ലിക്ക് ബേറ്റ് സ്വഭാവത്തിലുള്ള എല്ലാ കണ്ടന്റുകളുമാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ പെരുക്കത്തിലേക്ക് ഈ എണ്ണം ഒപ്പിക്കാൻ വേണ്ടി നമുക്കത് ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു പിൻവലിയൽ അല്ലെങ്കിൽ ഒരു ന്യായീകരണം ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുന്ന ഒന്നാണെന്ന് കരുതുന്നില്ല. അതിൽ തന്നെ ഞാൻ കരുതുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇപ്പോൾ ടെലിവിഷൻ കോമ്പീറ്റ് ചെയ്യുന്നത് 1, 2, 3 സ്ഥാനത്തിലേക്കുള്ള ഒരു TRP ഗെയിമിലാണ്. പത്രങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആനുവൽ ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഈ പരസ്യദാതാക്കൾക്ക് കൊടുക്കാവുന്ന സിസ്റ്റത്തിലാണ്. ഡിജിറ്റൽ വർക്ക് ചെയ്യുന്നത് അവരുടെ അൽഗോരിതം ഡ്രിവൺ ആയിട്ടുള്ള അവരുടെ പബ്ലിക് ഇൻസൈറ്റിൽ ഇതിൻ്റെ വ്യൂസ് റിലേറ്റഡ് ആയിട്ടൊന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ മാതൃഭൂമി, മനോരമ, ഇപ്പം ഞങ്ങൾ ക്യൂ അടക്കമുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും 1 മാസമോ 6 മാസമോ ഉണ്ടാക്കുന്ന ടോട്ടൽ വ്യൂസിനെ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ബീറ്റ് ചെയ്യുന്ന അതിനെ പിന്നിലാക്കുന്ന ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവരുടെ വീഡിയോ ഇതിൻ്റെ 10 മടങ്ങ് വ്യൂസ് എത്തുന്ന ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ മീഡിയ പ്ലാറ്റ്ഫോമും പ്രഷറൈസ്ഡ് ആവുന്നത് ഈ പറയുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന ക്രിയേറ്റേഴ്സിനാണ്. കാരണം വെച്ചാൽ ഒരേ സോഷ്യൽ ടച്ച് പോയിന്റിലേക്കാണ് ഈ ഉള്ളടക്കങ്ങളെല്ലാം വരുന്നത്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടെലിവിഷൻ കണ്ടന്റ് കാണുന്നതും പ്രിൻറ്റിൻ്റെ കണ്ടന്റ് കാണുന്നതും ഡിജിറ്റൽ ബോൺ ആയിട്ടുള്ള കണ്ടന്റ് കാണുന്നതും എല്ലാം ഈ സോഷ്യൽ ടച്ച് പോയിന്റ് നിന്നാണ്. അത് ചിലപ്പോൾ X ആയിരിക്കാം, Instagram ആയിരിക്കാം, വാട്സപ്പ് ആയിരിക്കാം, ഏതെങ്കിലും പ്ലാറ്റ്ഫോം ആയിരിക്കാം. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ എണ്ണത്തിലെത്തുക എന്നുള്ളൊരു പ്രാഥമിക പരിഗണനയിലേക്ക്, അത് ഉത്തരവാദിത്തത്തിൽ 1-ാം സ്ഥാനത്തെത്തുക എന്നുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ എണ്ണം കൊണ്ട് മുന്നിലെത്തുക എന്നുള്ളൊരു സമ്മർദ്ദത്തിലേക്ക് മാധ്യമ സ്ഥാപനത്തിലുള്ളവർ, മാധ്യമ മേധാവികൾ ഇവരെല്ലാം എത്തിപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കൂടിയാണ് ഈ പറയുന്ന നമ്മളിപ്പം ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നൊരു ഒറ്റപ്പേരിലേക്ക് എത്തിച്ചിരിക്കുന്ന ഈ പറഞ്ഞ ഒരു ഏത് രീതിയിൽ പറഞ്ഞ ഒരു നിലവാര തകർച്ചയ്ക്കുള്ള കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഉള്ളടക്കം നിർമ്മിക്കുന്നവർ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കേണ്ട ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു സമയത്താണ് നമ്മളിത് സംസാരിക്കുന്നതെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരോട് സംസാരിക്കുന്നതുകൊണ്ട് ഇതാണ് ഇക്കാര്യത്തിൽ എനിക്കൊരു തുടക്കം എന്ന നിലയിൽ പറയാനുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരുടെ കയ്യിലാണ് ഈ ഇൻഫർമേഷൻസ്, ഈ വിവരങ്ങൾ എത്തുന്നതെന്ന് വലിയ ഒരു പ്രശ്നമാണ്. മനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ വിവരങ്ങൾ കിട്ടുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണോ അതിൻ്റെ ഫാക്റ്റ്, നിജസ്ഥിതി ബോധ്യപ്പെടേണ്ടതെന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ നമുക്കറിയാം, ട്രംപിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ ഈ മെറ്റ ചെയ്തൊരു സംഭവമുണ്ട്. അവരുടെ അമേരിക്കയിലെ ഫാക്ട് ചെക്കിംഗ് സംവിധാനത്തെ അവർ പിൻവലിച്ചിരിക്കുകയാണ്. അതിന് കാരണം ട്രംപിന് ഇഷ്ടം ഇലോൺ മസ്കിനെയാണ്. അപ്പം ട്രംപിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഫാക്ട് ചെക്കിംഗ് സംവിധാനം അവർ എടുത്തു കളഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു വ്യക്തി, നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആരുടെ കയ്യിൽ എത്തുന്നു എന്നത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ എല്ലാവരുടെയും വിരൽത്തുമ്പിൽ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവർക്കും പലതരം ഐക്യുകളുള്ള ആളുകളുടെ അടുത്തൊക്കെ വിവരങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നിജസ്ഥിതി തിരിച്ചറിയാൻ യാതൊരു മാർഗവുമില്ല. അപ്പോൾ അമേരിക്കയിൽ മെറ്റ ചെയ്തതുപോലെ ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളും ഇവർ ഇത്തരമൊരു നീക്കം നടത്തിയാൽ പിന്നെ അതിനെന്തൊരു സംവിധാനമാണ് ഉണ്ടാവുക? എങ്ങനെ ഈ ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യുന്ന ഒരു ഉപഭോക്താവിന് എങ്ങനെ അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താൻ പറ്റും? ഈ അവസ്ഥയിൽ ഞാൻ മാധ്യമങ്ങളെ ഏറെ വിമർശിക്കുന്ന ഒരാൾ കൂടിയായ, തുറന്നു പറയുകയാണെങ്കിൽ മാപ്ര എന്ന വാക്ക് കണ്ടുപിടിച്ചത് പോലും പ്രേംകുമാറാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ആ രീതിയിൽ മാധ്യമങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഈ ജന്മദോഷം കൊണ്ട് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരവസ്ഥയാണ് ആളുകൾ പറയുന്നതിന് എതിര് പറയേണ്ടി വരിക എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ 4 ആൾക്കാർ പറഞ്ഞതിനും ഒന്ന് തെറ്റിയിട്ട് പറയാനാണ് എനിക്കുള്ളത്. മാപ്ര എന്നുള്ള മലയാള മനോരമ എല്ലാ കൊല്ലവും മലയാളത്തിലെ ഏറ്റവും നല്ല വാക്കുകൾ സെലക്ട് ചെയ്യാറുണ്ട്. മലയാളത്തിൽ മലയാള മനോരമ എന്താണോ അതുപോലെ ഇംഗ്ലീഷിലുള്ളൊരു സാധനമാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്. അതിനപ്പുറം ഈ ദൈവം ഉണ്ടാക്കിയ സാധനമൊന്നുമല്ല, ഒരു കച്ചവട സ്ഥാപനമാണ്. അവരെല്ലാ കൊല്ലവും വാക്കുകൾ കണ്ടുപിടിക്കും. 2023 വാക്ക് റിസ് എന്നായിരുന്നു, RIZZ. 2021 വാക്ക് വാക്സ് എന്നുള്ളതായിരുന്നു, VAX, നമ്മുടെ കോവിഡ് വാക്സിൻ വന്ന കാലത്ത്. 2024 അവർ പറയുന്നത് ബ്രെയിൻ റോട്ട് ആണെന്നാണ്. ഒരു വാക്ക് എങ്ങനെയാണ് OUP ഇങ്ങനെ കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ അതിന് 2-3 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന്, ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ചതല്ല, ഉപയോഗത്തിൽ ഏറ്റവും കൂടുതൽ വർധനവ് വന്ന വാക്കാണ്.
ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ച വാക്കാണെങ്കിൽ അത് ലവ് എന്നോ ഫക്ക് എന്നോ ട്രംപ് എന്നോ ഒക്കെ ആയിരിക്കും. അതല്ല, 230% വർധനവുണ്ടായിട്ടുണ്ട് 2023 കൂടുതൽ 2024 ബ്രെയിൻ റോട്ട് എന്നുള്ള വാക്കിന് എന്നാണ് OUP പറയുന്നത്. എവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളതെന്നറിയോ? പണ്ഡിത സഭകളിലല്ല. ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെട്ട വാക്കാണ് ബ്രെയിൻ റോട്ട്. എന്ന് പറഞ്ഞാൽ എവിടെയാണോ ബ്രെയിൻ റോട്ട് ഉണ്ടെന്ന് നമ്മളെപ്പോലെ തലമുതിർന്ന ആളുകൾ ആരോപിക്കുന്നത്, അവിടെയുള്ള ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണിത്. അതായത് ടിക്ടോക്കിൽ സംസാരിക്കുന്ന ആൾക്കാർ ബ്രെയിൻ റോട്ടിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കൂ, അതിൻ്റെ ഒരു പാരഡോക്സ് നോക്കൂ നിങ്ങൾ. അതായത് എന്താ പറയുക, സതീശേട്ടാ നിങ്ങൾ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പം ഞാൻ ഉറങ്ങി മോനെ എന്ന് പറയുന്നത് പോലുള്ളൊരു വിഡ്ഢി ഇതിൻ്റെ അകത്തുണ്ട്. ബ്രെയിൻ റോട്ട് അവർക്കുണ്ടെങ്കിൽ ടിക്ടോക്കിലെ കുട്ടികൾ ബ്രെയിൻ റോട്ടിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കില്ലല്ലോ. ഇനി അടുത്തൊരു സംശയം എനിക്കുള്ളത്, ഈ സോക്കോൾഡ് ട്രിവിയൽ കണ്ടന്റ്, അതാണ് ഇവർ പറയുന്നത്, ട്രിവിയൽ കണ്ടന്റ്, ഇൻ്റലക്ച്വലി എൻഗേജിങ് അല്ലാത്ത കണ്ടന്റ്, അത് നിരന്തരം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ബുദ്ധി കുറയും. കടുകട്ടിയായ കണക്കിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ, ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദധാരാവലി ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം KN ഗണേഷ് മാഷും പിന്നെ ദീപക് പച്ചയൊക്കെ പറഞ്ഞ പോലെ ദാസ് ക്യാപിറ്റൽ പിന്നെ എടുത്ത് വായിച്ചുകൊണ്ടിരുന്നാൽ ബുദ്ധി കൂടുമോ? എനിക്ക് വലിയ സംശയമുണ്ട്. ഈ പറഞ്ഞ പെട്ടെന്ന് സ്വാമിയായ ഗോവൻ സ്വാമിയുടെ കേസിൽ നമുക്ക് അതിനെപ്പറ്റി വലിയൊരു സെമിനാറൊക്കെ നടത്താം കേട്ടോ. 10 ആൾക്കാരെ ഇരുത്തിയിട്ട് സെമിനാറൊക്കെ നടത്താം. അതിനേക്കാൾ ഇഫക്റ്റീവ് ആണെന്ന് പറയും ആ ദിവസം വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യപ്പെട്ട ഒരു ട്രിവിയൽ കണ്ടന്റ്. അത് അയാളുടെ ആദ്യത്തെ സമാധിയുടെ പുറത്ത് ഓപ്പണിംഗ് സൂൺ എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരുന്നു ഏതോ ഒരു വിരുദൻ. അത് ട്രിവിയൽ കണ്ടന്റ് ആണെന്നാണ് നമ്മൾ പറയാം. അത് ട്രിവിയൽ കണ്ടന്റ് അല്ലെന്നേ, അത് ഗംഭീര കണ്ടന്റ് ആണത്, അതിഗംഭീരമായ കണ്ടന്റാ. കേരളത്തിൽ മലയാളത്തിലുള്ള കാർട്ടൂണിസ്റ്റുകൾ ഇപ്പോൾ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള കോഴിക്കോടുകാരനായ ഒരു കാർട്ടൂണിസ്റ്റ് 3 ദിവസം മുമ്പത്തെ കാർട്ടൂൺ നോക്കിയാൽ മതി. എന്താണ് കാർട്ടൂണിസ്റ്റുകളുടെ ഫ്രസ്ട്രേഷൻ്റെ കാര്യം എന്നറിയോ? ഒരു കാലത്ത് പൊളിറ്റിക്കൽ സ്പിയറിലും സോഷ്യൽ സ്പിയറിലും ലിറ്ററേച്ചറിലും ഒക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ഗംഭീരമായിട്ട് അനലൈസ് ചെയ്ത് എന്താ പറയുക, സറ്റാരിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള അവകാശം ഇവർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. 3.5 കോടി മലയാളികളിൽ 3 കാർട്ടൂണിസ്റ്റുകൾ അങ്ങനെ ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ അത് മൊബൈൽ ഫോൺ കയ്യിലുള്ള നാട്ടിലുള്ള മുഴുവൻ കുട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രിവിയൽ എന്ന് നമ്മൾ പറയുന്ന ഇൻ്റലക്ച്വലി എൻഗേജിങ് അല്ലാത്ത എന്ന് പറയുന്ന കണ്ടന്റ് കൺസ്യൂം ചെയ്താൽ ആളുകളുടെ ബുദ്ധി കുറയുമെന്നുള്ളത് ഈ കേശവമാവന്മാർ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ആ ട്രാപ്പിൽ കിടന്നിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഉദാഹരിച്ച 2 കേസുകളിൽ പോലും ഗോപൻ സ്വാമിയുടെ കേസിൽ അയാൾ സമാധിയായെന്നും മഹാസമാധിയാണെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് മീഡിയ? ലെഗസി മീഡിയയാണ്. ഇത് തട്ടിപ്പാണ് എന്ന് ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകനോ ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകനോ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ KLF-ന്റെ വേദിയിൽ ഇരിക്കുന്ന പോലെയുള്ള ഏതെങ്കിലും ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നുവോ? ഇത് ഒരാളും പറഞ്ഞിട്ടില്ല. കളിയാക്കി വിട്ടതും എക്സ്പോസ് ചെയ്തതും നമ്മളീ പറയുന്ന ട്രിവിയൽ കണ്ടന്റ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആണ്. ചെറുപ്പക്കാരാണ്, അവരാണ് എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ള പാലക്കാടുള്ള സംഭവം, അതിൽ വളരെ തീവ്രമായിട്ട് പറയുകയും എഴുതുകയും ചെയ്ത ഒരാളാണ് ഞാൻ. ചുരുങ്ങിയത് ഒരു 1500 ശത്രുക്കൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ. എന്തുകൊണ്ടാണ് ആ വീഡിയോ ഇപ്പം എനിക്ക് അത് അയച്ചു കിട്ടിയത്? എനിക്ക് വളരെ പ്രിയപ്പെട്ട അധ്യാപികയായിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് എന്താ പറയുക, പുതിയ തലമുറയിലെ കുട്ടികൾ അധ്യാപകരോട് പെരുമാറുന്ന വിധം എന്നാണ്. കേരളത്തിലെ മുഴുവൻ അധ്യാപകരും ഇപ്പം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, രാഹുൽ ഈശ്വർ ചെയ്യുന്നത് പോലെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ കുട്ടികളെല്ലാം കുഴപ്പമാണ്, അവർക്കൊന്നും ബഹുമാനമില്ല, ഞങ്ങളൊക്കെ നല്ല കക്ഷികളാണെന്നുള്ളത്. ആ നെറേറ്റീവിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ആ വീഡിയോ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. നോക്കൂ ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണ് ഏഡ് മാഷോട് പറയുന്നത്, കൊന്നുകളയെന്ന് പറയുന്നു. മെയിൻ സ്ട്രീം മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയെന്നറിയോ? അധ്യാപകനോട് കൊലവിളി നടത്തിയ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു എന്നായിരുന്നു. അവിടെയും വളരെ ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത് കേരളത്തിൽ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലാണ്, അല്ലാത്ത ഈ പാരലൽ എന്ന് പറയുന്ന ഷാലോ സ്പേസിലാണ്. അതുകൊണ്ട് ഇൻ്റലക്ച്വലി ഡീപ്പ്, റെസ്പോൺസിബിൾ, പൊളിറ്റിക്കലി കോൺഷ്യസ് എന്നൊക്കെ പറയുന്ന കണ്ടന്റും അത് പ്രചരിപ്പിക്കപ്പെടുന്ന മീഡിയയും തമ്മിൽ 1-to-1 റിലേഷൻ ഇല്ല. ടിക്ടോക്കിലാണോ വരുന്നത്, വാട്സാപ്പിലാണോ വരുന്നത്, ഫേസ്ബുക്കിലാണോ വരുന്നത്, അതല്ല മാതൃഭൂമിയിലാണോ മനോരമയിലാണോ ഏഷ്യാനെറ്റിലാണോ എന്നുള്ളതല്ല. മറിച്ച് നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതാണ്.
ഒരു വിധത്തിൽപ്പെട്ട വലിയ രീതിയിലുള്ള കോർപ്പറേറ്റ് വൽക്കരണത്തിന് എന്താ പറയുക വിധേയപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ സകല മീഡിയയും. ഇന്നിവിടെ നടക്കുന്ന KLF എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ പറ്റിയുള്ള വാർത്തകൾ എന്തൊക്കെ പരിപാടി എപ്പോഴാണെന്ന് അറിയാൻ മലയാളത്തിൽ ഇറങ്ങുന്ന പത്രങ്ങൾ വാങ്ങുന്ന കാശ് കൊടുത്ത് വാങ്ങുന്ന ആർക്കും അറിയാൻ നിർവാഹമില്ല. എന്തുകൊണ്ടാണെന്നറിയോ? മാതൃഭൂമി വേറെ ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്, മനോരമ വേറെ ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് 10 രൂപയോ 15 രൂപയോ കൊടുത്ത് പത്രം വാങ്ങുന്ന നിങ്ങൾ ഇന്നത്തെ ഈ പരിപാടി അറിയില്ല. അറിയും. ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ആരെങ്കിലും ഒരാൾ കയറി വന്ന് കോളറയ്ക്ക് പിടിക്കുകയോ അടിക്കുകയോ ചെയ്താൽ ഞാൻ ആരെയെങ്കിലും വേണ്ടാതിനം പറഞ്ഞാൽ നാളെ അത് പത്രത്തിൽ വരും, അല്ലെങ്കിൽ വരില്ല. നോക്കൂ എന്ത് ട്രിവിയൽ കണ്ടന്റാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ദയവ് ഇത് ബ്രെയിൻ റോട്ടെന്നോ ട്രിവിയൽ കണ്ടന്റ് എന്നോ ബുദ്ധിയില്ലായ്മ എന്നുള്ള സാധനത്തെ സോഷ്യൽ മീഡിയ, ഓൺലൈൻ കണ്ടന്റ് അങ്ങനെ ഒരു സാധനം മാത്രമായിട്ട് കണക്ട് ചെയ്യുന്നത് അബദ്ധമാണ്, ഇല്ലോജിക്കലാണ്. പിന്നെ ഈ സ്വാമിയുടെ കഥയായിരുന്നാലും ആ സ്കൂളിൻ്റെ വാർത്തയായിരുന്നാലും അത് ട്രിവിയൽ ആയതുകൊണ്ട് പറയുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ വളരെ വളരെ കൃത്യമായ താല്പര്യങ്ങളുണ്ട്. ഇമാതിരി സ്വാമിമാർ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടായി വരിക എന്നുള്ളത് സ്വപ്നം കാണുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അവരുടെ കൊട്ടേഷൻ എടുത്തിട്ടുള്ള ആളാണ് രാഹുൽ ഈശ്വർ. അവരുടെ കൊട്ടേഷൻ എടുക്കണോ എടുക്കണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ലാത്തവരാണ് നമ്മൾ ഈ പറയുന്ന ലെഗസി മീഡിയ മുഴുവൻ. അവരുടെ കൊട്ടേഷൻ വേണ്ട എന്ന് പറയുന്ന ഇപ്പം പറയേണ്ടത്, അതായത് ആ ഗ്രീഷ്മയുണ്ടല്ലോ, ഗ്രീഷ്മ എന്തോ ഒരു ക്ലൂ ബാക്കി വെച്ചുകൊണ്ടാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തത്. ദൈവത്തിൻ്റെ നിശ്ചയമാണത് എന്ന്. അതിനെ ട്രോൾ ചെയ്തിട്ടുള്ള ഒരു സാധനം ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കണ്ടു. എന്താണെന്നറിയോ? കഷായത്തിൽ വിഷം ചേർത്ത് കൊടുക്കുമ്പം ഒന്നും മിണ്ടാതിരുന്ന ദൈവം പിന്നെ ക്ലൂ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ട് ജഗതി ഇങ്ങനെ പെട്ടി പിടിച്ച് നടക്കുന്നത്. അത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഈ പറയുന്ന ആഴമില്ലാത്ത, ചിന്തയില്ലാത്ത, ദാസ് ക്യാപിറ്റൽ വായിക്കാത്ത, ശ്രീകണ്ഠേശ്വരത്തിൻ്റെ നിഘണ്ടു വെക്കാത്ത, വിലാസിനിയുടെ അവകാശികൾ വായിക്കാത്ത പുതിയ കുട്ടികൾക്കേ പറ്റുള്ളൂ. അതിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പറയുന്നത് വേദവാക്യമാണെന്ന് വിചാരിച്ച് ചർച്ച നടത്തുന്നത്, മാതൃഭൂമി ബുക്സ് പറയുന്നതാണ് നല്ല പുസ്തകം, DC ബുക്സ് പറയുന്നതാണ് നല്ല പുസ്തകം, മലയാള മനോരമ പറയുന്നതാണ് നല്ല വാക്ക് എന്ന് വിചാരിക്കുന്നത് പോലെ തന്നെ 50 വയസ്സ് കഴിഞ്ഞ് ഞാൻ പറയുന്നതാണ് 15 വയസ്സായ എൻ്റെ മോള് പറയുന്നതല്ല ശരി എന്ന് വിചാരിക്കുന്ന പോലുള്ളൊരു അബദ്ധമാണ്. അതുകൊണ്ട് ഈ കോൺസെപ്റ്റിനെ തന്നെ, ഈ ഒരു സാധനത്തിന് തന്നെ വേറെ രീതിയിൽ വായിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഡിജിറ്റൽ ഡെബ്രിസ് എന്ന് പറഞ്ഞൊരു സാധനം, ഓൺലൈൻനെസ് എന്ന് പറഞ്ഞൊരു സാധനം, എത്രയോ ദിവസത്തിനിടയ്ക്കാണ് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ സമയം 1 മണിക്കൂർ സമയം എൻ്റെ ഫോണ് ഫ്ലൈറ്റ് മോഡിലാക്കുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഓൺ ചെയ്തിട്ട് ആരെങ്കിലും മിസ് കോൾ ഉണ്ടോ എന്ന് ഞാൻ നോക്കും. ഇതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ അത്രയും ഇതിൻ്റെ മുകളിൽ ബാക്കി എന്ത് സാധനം പോയാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഫോൺ വീണുപോയാൽ ജീവിക്കാൻ പറ്റില്ല, അതൊരു വാസ്തവമാണ്. പക്ഷേ ഈ മീഡിയത്തിൻ്റെതല്ല കുഴപ്പം, ഇൻ്റർനെറ്റിൻ്റെതല്ല കുഴപ്പം, നമ്മുടെ റെഡിനെസ്സിൻ്റെതാണ്. അതിലൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഇതെല്ലാ കാലത്തുമുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. ഏറ്റവും പുതിയ മീഡിയം വരുമ്പം അതിൻ്റെ തൊട്ട് പിന്നിലുള്ള മീഡിയത്തിലുള്ള ആളുകൾ ഇത് ശരിയല്ല എന്ന് പറയും. ഞാൻ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. അപ്പോൾ നിരന്തരം കോളേജിൽ നടക്കുന്ന പുറത്തുനിന്നുള്ള പ്രൊഫസർമാരെ കൊണ്ടുവന്നുള്ള പരിപാടികളിൽ അലമ്പുണ്ടാക്കാറുണ്ടായിരുന്നു ഞാൻ. കാരണം അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഫറൂഖ് കോളേജിൽ നിന്ന് പ്രൊഫസർ വരും. അയാൾ സ്വാഭാവികമായിട്ട് കുട്ടികളോട് പറയുന്നത് അറിയോ, നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് സാഹിത്യം വായിക്കണം, മലയാളം വായിക്കേണ്ടതില്ല എന്നാണ്. ഏത് മലയാളം പത്രം പോലും വായിക്കാത്ത, വീക്കിലി പോലും വായിക്കാത്ത കുട്ടികളോട് ഇംഗ്ലീഷ് സാഹിത്യം വായിക്കണം, ഷേക്സ്പിയറുടെ പുസ്തകം വായിക്കണം എന്ന് പറയും. ഷേക്സ്പിയറുടെ പുസ്തകം ഒന്ന് എടുത്ത് വായിച്ച് 10 പേജ് വായിച്ചാൽ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ അതോടെ വായന എന്നുള്ള പരിപാടി നിർത്തും. അപ്പം വായിക്കുക എന്നുള്ളത് എന്താണോ നിങ്ങളോട് എൻഗേജ് ചെയ്യുന്നത് അതിൽ വെച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ശരിക്കും. മറ്റൊരു ഉദാഹരണം നമുക്ക് അസലായിട്ട് അറിയാലോ. മലയാളത്തിൽ കവിത എഴുതുക എന്നുള്ളത് ഭയങ്കര മോശമായിരുന്നല്ലോ. ഭാഷാ കാവ്യമോ മറ്റു വല്ലവരെയും കാണിക്കൂ എന്നാണ്. നോം സംസ്കൃതത്തിൽ മാത്രമേ എഴുതുള്ളൂ. മലയാളത്തിൽ ഇപ്പം എഴുതി ആഘോഷിച്ച് നിൽക്കുന്ന പല കവികളെയും എനിക്കറിയാം. C രാധാകൃഷ്ണൻ പണ്ട് ലാപ്ടോപ്പിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ ഇത് സാഹിത്യമല്ലെന്ന് പറഞ്ഞിരുന്നു. TP രാജീവൻ ഇൻ്റർനെറ്റിൽ കവിത എഴുതാൻ തുടങ്ങിയപ്പം അയാളെ പരിഹസിച്ച ആളുകളൊക്കെ ഇപ്പം ഇൻ്റർനെറ്റിലും ഫേസ്ബുക്കിലും കവിത എഴുതുന്നുണ്ട്. അഥവാ മാതൃഭൂമിയിൽ കവിത എഴുതിയാൽ, അതാണ് അതിൻ്റെ സങ്കടം കേട്ടോ, മാതൃഭൂമിയിൽ കവിത കൊടുക്കും, 2 മാസം കാത്തിരുന്നിട്ട് അത് ഇറങ്ങി അന്ന് രാവിലെ തന്നെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും. എന്നിട്ട് ഫേസ്ബുക്കിനെ പറ്റി എന്താ പറയുക, ആഴമില്ലാത്തതാണെന്ന് പറയുകയും ചെയ്യും. ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സാധനമാണ്, പറഞ്ഞു പോകാൻ എളുപ്പമാണ്, ബ്രെയിൻ റോട്ട് സംഭവിക്കും, മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ, അല്ലാതെ ഇരുന്ന് ഇങ്ങനെ വായിച്ചാൽ ഭയങ്കര ബുദ്ധി ഉണ്ടാവും എന്നുള്ളത് അതൊരു അന്ധവിശ്വാസമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളോട് വിയോജിക്കാൻ ഉള്ള അവകാശം എനിക്ക് തരണം. നന്ദി, നമസ്കാരം. ഇനി സദസ്സിനുള്ള അവസരമാണ്. കാരണം നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്.
നമ്മുടെ കൈകളിലെത്തുന്ന വിവരങ്ങൾ വസ്തുതാപരമാണ് ബോധ്യപ്പെടേണ്ടത് നമ്മുടെ മാത്രം ബാധ്യതയാണിരിക്കെ നല്ല കണ്ടൻറ്റുകൾ സൃഷ്ടിക്കുന്ന മാധ്യമപ്രവർത്തകരോടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നത്. ചോദിക്കാനുള്ളത്, അപർണ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ സമൂഹം കുറച്ചുകൂടെ ക്യൂർ കമ്മ്യൂണിറ്റീനെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത് സോഷ്യൽ മീഡിയ കോണ്ടൻറ്റുകൾ സജീവമായതിനു ശേഷമാണെന്നാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി ഒരു 15 ലക്ഷത്തോളം കുട്ടികളെ, കേരളത്തിലുള്ള 15 ലക്ഷത്തോളം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. 8, 9, 10 പ്ലസ് 1 പ്ലസ് 2 ക്ലാസ്സുകളിലുള്ള. പണ്ടൊക്കെ നമ്മൾ നെയിം സ്റ്റാച്ചു എന്ന് പറയുന്നൊരു ഗെയിം കളിക്കായിരുന്നു. നെയിം സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ സ്റ്റാച്ചു ആയിട്ട് നിൽക്കണം. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ ലൈവ് ചാറ്റ് ഇടുന്ന കമൻറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഓർ സ്പാനിഷ് എന്നാണ്. എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല. ഈ ജെൻസി ടേം ആയതുകൊണ്ട് നമുക്കത് മനസ്സിലായിട്ടില്ല. ഞാനൊരു 90s കിഡാണ്. അപ്പോൾ ഈ സംഭവം ഇംഗ്ലീഷ് ഓർ സ്പാനിഷ് എന്ന് പറഞ്ഞാൽ ഇഫ് യു മൂവ് ദെൻ യു ആർ ഗേ എന്നാണ്. അപ്പോൾ നമ്മളുടെ ക്യൂ എന്ന് പറയുന്ന മീഡിയയിൽ മിഥുൻ പ്രകാശ് ചെയ്തൊരു ലേഖനം ഉണ്ടായിരുന്നു, ക്യൂർ വിരുദ്ധ ആഘോഷമാക്കുന്ന ടോക്സിക് ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ട്. മിഥുനൻ്റെ സുഹൃത്താണ്. അപ്പോൾ അതിൽ പറയുന്ന കുറേ ഫേക്ക് ഐഡികളുണ്ട്. മഹാരാജാസ് കോളേജിനെ ഹരഹര മഹാരാജാസ് എന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കരമായിട്ടൊരു ക്യാമ്പയിൻ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ ക്യാമ്പയിനൊക്കെ ഏറ്റെടുക്കുന്ന ചെറിയ കുട്ടികളാണ്. 7, 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എന്നോട് ചോദിച്ചു, സാറ് LG HD TV സപ്പോർട്ടറാണോ എന്ന്. എൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞൊരു 14 ദിവസമായിട്ട് വലിയ സൈബർ ആക്രമണമാണ് ഞാൻ നേരിടുന്നത്. കാരണം അതിന് ഞാൻ കൊടുത്ത മറുപടി ഇത്രയാണ്: ഞാനൊരു ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള പുരുഷനാണ്, ഞാൻ ജീവിക്കുന്നത് മെയിൽ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലാണ്, എനിക്കൊരു ബുദ്ധിമുട്ടും ചെയ്യാത്ത ക്യൂർ കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യയിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവർ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അപ്പോൾ ഏതൊരു പൗരനും അയാൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ ടോക്സിക് ദൈവങ്ങൾ എന്ന് പറയുന്ന ആളുകൾ എനിക്കെതിരെ നടത്തുന്ന അധിക്ഷേപം അതിന് പുറമെ അവർ പടച്ചുവിടുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് ഇതിനെ പീഡോഫീലിയായിട്ട് ഇൻസെസ്റ്റും ഒക്കെ ആയിട്ടാണ് LGBTQIA+ൻ്റെ പ്ലസിനെ കണക്ട് ചെയ്യുന്നത്. ആ രീതിയിലുള്ള കോണ്ടന്റുകൾ വലിയ രീതിയിൽ ഫേക്ക് ഐഡികളിലൂടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ബോംബ് ചെയ്യുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു സെറ്റപ്പും നമ്മുടെ നിയമ സംവിധാനത്തിനില്ല, അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങൾക്കുമില്ല. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക? പുതിയ തലമുറ 7, 8, 9, 10 ക്ലാസ്സുള്ള കുട്ടികൾ ക്യൂർ വിരുദ്ധത ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അതിനെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തായിരുന്നു പേര് പറഞ്ഞേ? ആദർശ്. ഓക്കെ, ആദർശ്, ഞാൻ LGBT-യുടെ വിഷയം പറഞ്ഞത് അത് ഞാനൊരു എക്സാമ്പിൾ തന്നെ എടുത്ത് പറയാം. ഒരു 13-14 വർഷം മുൻപ്, അപ്പം ശീതൽ ശ്യാം അടക്കമുള്ളവർ, അന്ന് ശീതൽ ശ്യാമാണ്. അപ്പോൾ ആ സമയത്താണ് ഈ ചർച്ച നടക്കുന്നത്. ഇവർ ഉന്നയിക്കപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ, ഇവരുടെ മെൻ്റൽ സ്ട്രെസ് അടക്കമുള്ള, അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് കിട്ടാത്തത് അടക്കമുള്ള വിഷയം, ഇതിലേക്കൊന്നും ഇത് പോകുന്നുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങൾ പറയുമ്പോൾ പറയാനൊരു ഐഡൻറ്റിറ്റി പോലും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഈ ഐഡൻറ്റിറ്റി നിഷേധിക്കുന്നത് ഒരു വിഷയമേ അല്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് 1-2 തവണ 2 ആഴ്ചയായിട്ട് നമ്മളതിൻ്റെ ആൾക്കാരെ വെച്ചിട്ട് ഒരു ചർച്ച നടത്തുക. ഈ ചർച്ച ഒന്നും പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. വലിയ ബഹളം നടക്കുന്നു, ഒരു കൂട്ടത്തല്ലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെയാണത് തീർന്നത്. ആൾക്കാർ അത് കാണുന്നുണ്ട്. മെജോറിറ്റി ഇതിങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ള ഒരു നോഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 1 or 2 ഇയേഴ്സിനിടയിലാണ് തോന്നുന്നു ആദ്യത്തെ പ്രൈഡ് നടക്കുന്നത്. അന്ന് ഞാൻ നാട്ടിലില്ല. അപ്പോൾ ആ പ്രൈഡ് നടക്കുമ്പോഴേക്കും ഇതിൻ്റെ ചിത്രം മാറി. ഈ 2 വർഷം കൊണ്ട് ഇപ്പം ഞങ്ങളടക്കമുള്ള ലെഗസി മീഡിയ എന്ന് പറയുന്നവർ ഇതൊരു വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളിതാ ഒരു പ്ലാറ്റ്ഫോം ഇട്ട് തരുന്നു, ഇതാണ് ഒരു പൊതുബോധം, ഇതാണ് ഒരു മൈനർ കമ്മ്യൂണിറ്റി, നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഞങ്ങൾ പുറത്തേക്ക് കാണിക്കുന്നു എന്നുള്ളതിനപ്പുറം, ഇപ്പം എൻ്റെ ഷോ പോലും അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ആഗ്രഹിച്ചാലും എനിക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എനിക്ക് ഏതെങ്കിലും തരത്തിൽ ആ കാര്യം പുറത്തു പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ ഈ ലെഗസി മീഡിയ സഹായിച്ചിട്ടല്ല കമ്മ്യൂണിറ്റി അവരുടെ ഒരു എക്സിസ്റ്റൻസിലേക്ക് വന്നത്. പക്ഷേ ഒരുപാട് റീലുകളും അങ്ങനെ ഒരു ഇതിലേക്ക് വന്നതാണ്. അങ്ങനെയാണ് ഒരു ചെറിയൊരു ആക്സെപ്റ്റൻസിലേക്ക് അവർ വന്നത്. ഈ ചെറിയ ആക്സെപ്റ്റൻസിലേക്ക് അവർ വരുമ്പോൾ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് അവർ ആ ആക്സെപ്റ്റൻസ് എടുത്തത്? ഇതിനപ്പുറത്ത് നിൽക്കുന്ന മറ്റൊരു സമൂഹം, നിങ്ങൾ പറഞ്ഞ പോലെ ആ ക്യൂർ വിരുദ്ധത ഉണ്ടാക്കുന്ന മറ്റു സമൂഹവും ഇതേ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ അതിനെ അപ്പുറത്ത് അത് മോക്ക് ചെയ്തുകൊണ്ടുള്ള പറയുന്നതും അതേ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ 2 തരത്തിലാണ് ഇതിനകത്ത് നടക്കുന്നത്. അൺഫോർച്യുനേറ്റ്ലി ലെഗസി മീഡിയ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിന് ഒരു സഹായമോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇതിനൊപ്പം നിൽക്കാം, ഇങ്ങനെയല്ല പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇതിനൊപ്പം നിൽക്കുകയില്ല എന്നുള്ള ചില വിഷയങ്ങളുണ്ട്. ഇപ്പം വാളയാർ അടക്കമുള്ള കേസുകളിൽ പോലും ഇത്
ഞങ്ങൾക്ക് ഈ പൊതുബോധത്തിന് മുകളിലേക്ക് ഒന്നും പറയാൻ കഴിയില്ല എന്നൊരു സാഹചര്യമുണ്ട്. ഒരു ചെറിയൊരു കാര്യം നമ്മളൊരു ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നു, ഒരു വാർത്ത നടക്കുന്നു, അല്ലെങ്കിൽ ഒരു നിലപാട് വരുന്നു. ഈ നിലപാടിൽ എങ്ങനെയാണ് നിങ്ങൾ അടുത്ത 1-2 മണിക്കൂർ ചർച്ച കൊണ്ടുപോകുക എന്ന് ഈ വാർത്ത വരുന്ന സമയത്തൊരു ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് മാധ്യമങ്ങൾ അപ്പോൾ നമുക്ക് ഈ നിലപാടെടുത്തു പോകാം എന്നല്ല, സ്റ്റേ ന്യൂട്രൽ എന്നാണ് പറയുക. ആ ന്യൂട്രൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരു 1-2 മണിക്കൂർ നിങ്ങൾ ഡിസ്കഷൻ നടത്തുക. എന്നിട്ട് ഗെറ്റ് ദ പൾസ്, മേ ബി ഗെറ്റിംഗ് ദാറ്റ് പൾസ് ഫ്രം സോഷ്യൽ മീഡിയ. ഓക്കെ, അങ്ങനെ ഒരു കാര്യമാണ് അതിനകത്ത് നടക്കുക. അപ്പം ഞാൻ പറഞ്ഞത് ഇത് കിട്ടുന്നത് ഈ പൾസ് കിട്ടുന്നത് ലെഗസി മീഡിയയുടെ കോൺട്രിബ്യൂഷൻ അല്ല എന്ന് കൂടി ഞാൻ നേരത്തെ മേഡം പറഞ്ഞതിന് അനുകൂലമായിട്ട് ഞാൻ ഒരു ചെറിയ ഒരു പോയിന്റ് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. ചില ഘട്ടങ്ങളിലേക്ക് ഇടപെടുക എന്നുള്ളതാണ് ഇതിനകത്ത്, നമ്മൾ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അമേരിക്കയിൽ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ പ്രക്ഷോഭം നടന്നു. ജോർജ് ഫ്ലോയിഡിനെ ഒരു പോലീസുകാരൻ മുട്ടുകൊണ്ട് ഞെരിച്ചു കൊല്ലുന്നു. ആ സമയത്ത് ന്യൂയോർക്ക് ടൈംസിൽ ഒരു ലേഖനം വരുന്നു, അവരുടെ സെനറ്റർ ടോം കോട്ടൻ്റെ സെൻഡ് ഇൻ ദ ട്രൂപ്സ്, ഈ കലാപത്തെ അടിച്ചമർത്തുന്നതിന് പട്ടാളത്തെ ഇറക്കണം എന്ന് പറഞ്ഞിട്ട്. ന്യൂയോർക്ക് ടൈംസിൻ്റെ എഡിറ്റ് പേജിലാണ് ആ ലേഖനം വരുന്നത്. ആ ലേഖനം കൊടുത്തതിൻ്റെ പേരിൽ ജെയിംസ് ബെന്നറ്റ് എന്ന് പറഞ്ഞ എഡിറ്റ് പേജിൻ്റെ എഡിറ്റോറിയൽ എഡിറ്റർക്ക് രാജിവെക്കേണ്ടി വന്നു. കാരണം പത്രം നിലപാടെടുത്തു, ഇത് ശരിയായ ഒരു നിലപാടായിരുന്നില്ല ഈ ടോം കോട്ടൻ്റെ ലേഖനം അതിനകത്ത് കൊടുത്തത്. കാരണം ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മർദ്ദിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്, അടിച്ചമർത്തപ്പെടുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറയുന്നത് വലിയൊരു പ്രക്ഷോഭമായിട്ട് മാറുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും തിരസ്കരിക്കുന്ന ഒരു ലേഖനം എന്തിനാണ് ന്യൂയോർക്ക് ടൈംസ് കൊടുത്തത് എന്ന ചോദ്യം വരുന്നു. ആ ചോദ്യം ശരിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ എഡിറ്ററോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു. ഈ കഴിഞ്ഞിപ്പോൾ ട്രംപ് ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ മസ്ക് ട്വിറ്റർ വാങ്ങിയിട്ട് എക്സാക്കി മാറ്റിക്കഴിഞ്ഞിട്ട് ഹെയ്റ്റ് സ്പീച്ച് വലിയ തോതിൽ അതിൽ വന്നു കഴിഞ്ഞപ്പോൾ ദ ഗാർഡിയൻ ഒരു തീരുമാനം എടുക്കുന്നു, ഞങ്ങൾ ഇനി എക്സിൽ ഒന്നും കൊടുക്കുന്നില്ല, ഞങ്ങൾ എക്സിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ചില നിലപാടുകൾ എടുക്കുന്നതിന് നമുക്ക് അവസരങ്ങളുണ്ട്, കഴിയണം. അവിടെയാണ് നമ്മളിങ്ങനെ മാറി നിന്നിട്ട് കാര്യമില്ല, ഒരു ന്യൂട്രൽ പ്ലെയറായിട്ട് മാറി നിന്നിട്ട് കാര്യമില്ല. നമുക്കൊരു വോയിസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ വോയിസ് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അത് പറഞ്ഞതുകൊണ്ട് എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയില്ല, ബിക്കോസ് ഞാൻ ബിലോങ് ടു ഒരു സംവിധാനമായതുകൊണ്ടാണ്. എക്സിനെ എടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് പോലെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇത്തരം മാധ്യമങ്ങളോട് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് പോലും ഈ തരത്തിലല്ല പെരുമാറേണ്ടത് എന്ന് ഉള്ള നിലപാടെടുത്തുള്ള ചില രാഷ്ട്രീയ പ്രവർത്തകരോ അങ്ങനെയുള്ള ഫിഗറുകളോ ഉണ്ട്. എവിടെയെങ്കിലും അവരെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൂട്ടമായിട്ട് നിന്നുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ടോ അവരുടെ അഭിമുഖങ്ങൾ എടുക്കണ്ട അല്ലെങ്കിൽ അവരെ ബഹിഷ്കരിക്കാം എന്ന നിലപാടോ മീഡിയ എടുത്തിട്ടില്ല. അപ്പോൾ കേരളത്തിൽ മീഡിയയ്ക്ക് തന്നെ എന്തെങ്കിലും ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത വിധം മീഡിയ മാനേജ്മെൻറ്റ് ആൻഡ് മീഡിയ പ്രവർത്തകർ എന്ന് പറയുന്നത് 2 ഫ്രറ്റേണിറ്റി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ലേ? നമുക്ക് അടുത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമസ്കാരം. ഒരു തുറന്ന ചോദ്യമാണ്. നമ്മൾ ഭരണകൂടങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നത്തെ കാലത്ത് ഉണ്ടായതിനെ പറ്റി പറയുകയുണ്ടായി. അപ്പം ഇന്ന് പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് വളരെ അസാധാരണ വിധം ഭരണകൂടങ്ങൾ ചോദ്യങ്ങൾക്കെതിരെ ഇമ്മ്യൂണിറ്റി കൈവരിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നേരത്തെ പറഞ്ഞു, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിനോട് ഒരു സ്ത്രീ ക്യൂർ കമ്മിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോഴും അതേ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ അത്ലറ്റിക്സിൽ നിന്ന് മത്സരിപ്പിക്കുന്നതിന് വിലക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് അവിടെ നിലവിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അത്തരം ചർച്ചകളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത് ഇമ്മ്യൂണിറ്റി കൈവരിക്കുന്ന ഒരു ഭരണകൂടങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ചോദ്യകർത്താവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിൽ വാസ്തവത്തിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ ചോദ്യം, വളരെ നിർണായകമായ ഒരു ചോദ്യമാണത്. അപ്പോൾ അതിൽ നമ്മളൊക്കെ തന്നെ ഇപ്പോൾ ഞാൻ മാതൃഭൂമിയിലാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ തന്നെ ഇൻറ്റേർണൽ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഡൈവേഴ്സിറ്റി കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പോൾ 34 ജഡ്ജിമാരാണ് സുപ്രീം കോടതിയിൽ വേണ്ടത്. ആ 34 പേരിൽ എത്ര ദളിതരുണ്ട്, എത്ര പിന്നോക്കക്കാരുണ്ട്, അതുപോലെ തന്നെ എത്ര ഈ LGBTQ-വിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ അയോധ്യ വിധി പോലൊരു വിധി വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്.
അപ്പോൾ ഡൈവേഴ്സിറ്റി വരിക. നിങ്ങൾ എവിടെയാണെങ്കിലും, ഏത് മാധ്യമത്തിലായാലും ഭരണകൂടത്തിലായാലും നിങ്ങളൊരു കലാലയത്തിലായാലും എവിടെയായാലും അവിടെ ഒരു ട്രൂ ഡെമോക്രസി വരണമെങ്കിൽ അംബേദ്കർ പറഞ്ഞത് തന്നെയാണ്, എന്ത്? ഡ്യൂ റെപ്രസെൻറ്റേഷൻ വേണം, അർഹമായ പ്രാതിനിധ്യം വരണം. ആ പ്രാതിനിധ്യ ജനാധിപത്യം ഇല്ലെങ്കിൽ ഇതൊരു പ്രശ്നം തന്നെയായിട്ട് തുടരും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമുക്ക് വേണ്ടത്. അതായത് എല്ലാ വിഭാഗങ്ങളുടെയും സ്വരം ഒരുപോലെ തന്നെ പുറത്ത് കേൾക്കുന്ന ഒരു അവസ്ഥയുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ഈ ചൂണ്ടുവിരലിൽ ഈ മഷി പുരട്ടുമ്പോൾ അതാണല്ലോ നമുക്കുള്ള ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആയുധം എന്ന് പറയുന്നത്. ആ ഒരു ആയുധം പ്രയോഗിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം ആർക്കാണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ മാത്രമാണ് ഒരു ജനാധിപത്യത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇടപെടലിലൂടെ മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ആ സർക്കാരിനെ പുറത്താക്കുക. ആ സർക്കാരിനെ പുറത്താക്കാനായിട്ടാണല്ലോ വോട്ട് ചെയ്യുന്നത്. ആ സർക്കാരിനെ പുറത്താക്കണം, അങ്ങനെയാണല്ലോ. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി സർക്കാരിനെ ആരാണ് പുറത്താക്കിയത്? വോട്ട് ചെയ്തിട്ടാണ് പുറത്താക്കിയത്, അല്ലാതെ പട്ടാള വിപ്ലവം നടത്തിയിട്ടല്ല. അല്ല, ഇതിനകത്ത് വളരെ നമ്മൾ എന്താ പറയുന്നത്, ഒരു പെർഫെക്റ്റ് വേൾഡ് എന്ന് പറഞ്ഞൊരു സംഗതിയില്ലല്ലോ. നമ്മൾ 5 കൊല്ലം കൂടുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ 5 കൊല്ലം കൂടുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും സെൻട്രൽ അല്ലെങ്കിൽ ലോക്സഭയിലേക്കും അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും 1 ലക്ഷം മതി എന്നുള്ളൊരു പ്രചാരണം വരുന്നു. അപ്പോൾ അത് എത്രമാത്രം ഒരു ട്രൂ ഡെമോക്രസി റെപ്രസെൻ്റ് ചെയ്യുന്ന നമുക്കറിയാം. അത് ജനാധിപത്യത്തിൻ്റെ നിഷേധമാണെന്ന് നമുക്കറിയാം. കാരണം ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ബഹുസ്വരതയാണ്. ബഹുസ്വരതയെ തകർത്തിട്ട് നിങ്ങൾക്ക് ഒരു രാജ്യം, ഒരു തിരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരു രാജ്യമല്ലല്ലോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. എത്ര രാജ്യങ്ങളാണ്? ഞാനും ഇപ്പോൾ സംസാരിച്ച സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വ്യത്യസ്ത അഭിപ്രായമുള്ളവർ, 2 രാജ്യങ്ങളാണ്, 2 റിപ്പബ്ലിക്കുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ആ ബഹുസ്വരത വരിക എന്നുള്ളത് തന്നെയാണ്. ബഹുസ്വരതയെ അംഗീകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എനിക്കിതിൽ വലിയ കോൺഫിഡൻസ് ഈ വിഷയത്തിനകത്തില്ല കേട്ടോ. കർഷക സമരം വന്ന സമയത്ത് കർഷക സമരം ഏത് തരത്തിൽ കവർ ചെയ്യപ്പെടാതിരിക്കുമെന്ന് മെയിൻ സ്ട്രീം മീഡിയ വളരെ കൃത്യമായിട്ട് ആലോചിച്ച ഒരു ഘട്ടമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് കടക്കാൻ കഴിയാതെ വന്നത് ഒരു നിവൃത്തിയുമില്ലാത്ത തരത്തിൽ സോഷ്യൽ മീഡിയ ഇതിനകത്ത് ഇടപെടുകയും ഈ കാര്യം ചെയ്തുകൊണ്ടാണ്. ഞാൻ പ്രമേടം പറഞ്ഞുകൊണ്ട് യോജിച്ചുകൊണ്ടാണ് പറയുന്നത്. ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെയല്ലല്ലോ പോകേണ്ടത് എന്ന് വിചാരിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഞാൻ വിചാരിക്കും മാക്സിമം സോഷ്യൽ മീഡിയയിൽ നിന്ന് അറ്റാക്ക് ഉണ്ടാവട്ടെ, മെയിൻ സ്ട്രീം മീഡിയക്കെതിരെ അറ്റാക്ക് ഉണ്ടാവട്ടെ. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ നിർബന്ധിതരാകുമല്ലോ ഇതിങ്ങനെയല്ല എടുക്കേണ്ടത്. നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ബ്രെയിൻ റോട്ട്, അതായത് മസ്തിഷ്കം ചെയ്യുന്നതിനെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞരും ന്യൂറോ സയൻറ്റിസ്റ്റുകളുമൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് ഒരു ഭാഗത്ത് മസ്തിഷ്കം ചീഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഉള്ള ബുദ്ധിയിലേക്ക് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വസ്തുതാപരമാണോ, അത് നിശ്ചയിച്ചുറപ്പിക്കേണ്ടത് വിവരം ലഭിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണെന്ന് കൂടി നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഈ സെഷൻ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.